ഞാനൊരു സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിന് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അത് ഏതാണ്ടൊരു 40 വർഷം മുമ്പാണ്. ഇവിടെ ഇരിക്കുന്നവരും പലരും ജനിച്ചിട്ടുണ്ടാവില്ല. അന്ന് ഒരു പ്രീ ഡിഗ്രി സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നതാണ്. അതിലെ ഒരു പ്രത്യേകത, ഞാൻ ആദ്യമായി ചിത്രം വരച്ചു, അത് ഞാൻ എടുക്കാൻ വിട്ടു. ഞാൻ ആദ്യം വരച്ചൊരു ചിത്രം രൂപരേഖയിൽ പുറത്തു വരുന്നതും ഈ കോളേജിൽ പഠിക്കുമ്പോഴാണ്. അതുവരെ ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള നിലയിലല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഇത് വരച്ച് സ്വകാര്യമായിട്ട് കയ്യിൽ വയ്ക്കുകയല്ലാണ്ട് ആരെയും കാണിക്കുമായിരുന്നില്ല. എൻ്റെ അമ്മ ഒരു സംഗീത അധ്യാപികയൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ കലയ്ക്കങ്ങനെ ഒരു പ്രാധാന്യമൊന്നും വീട്ടിൽ നിന്നും നൽകിയിരുന്നില്ല. അങ്ങനെ ഇത് സ്വകാര്യമായി വരച്ചു വയ്ക്കുന്നൊരു ദിവസം അന്നൊരു ഇലക്ഷൻ കഴിഞ്ഞിട്ട്, അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു സന്ദർഭമാണ്. അപ്പോൾ ഇവിടെ വലിയ മീറ്റിങ്ങും വലിയ പ്രശ്നങ്ങളും നടക്കുകയാണ്. വലിയ തമ്മിൽ അടിയും, കോൺഗ്രസ്സിൽ തന്നെ KSUവിൽ വലിയ സ്പ്ലിറ്റൊക്കെ ഉണ്ടായി, ഭയങ്കര അടിപിടിയൊക്കെ നടക്കുകയാണ് ഇവിടെ. അതിനുശേഷം ഞങ്ങൾ ഒരു കുറച്ച് സ്വതന്ത്രമായ ഒരു ഇടതുപക്ഷ ഐക്യമുള്ള ഒരു സംഘടന രൂപപ്പെട്ടു ഇവിടെ. അപ്പോൾ ആ സംഘടനയിലെ മീറ്റിങ്ങിൽ ഞാനും വെറുതെ ഒരു കാഴ്ചക്കാരനായി പോയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നത്തെ പ്രസിദ്ധനായ ഒരു സംവിധായകനും രാജഗോപാലിൻ്റെ മകനുമായ ശ്യാമപ്രസാദ് എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പരിചയമുണ്ട്, പക്ഷേ എങ്കിലും വിശദമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇയാൾ കുറേ സമയം ഉണ്ടായിരുന്നു മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇയാൾ എൻ്റെ നോട്ട് ബുക്ക് ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കുമ്പോൾ ഞാൻ അക്ഷരങ്ങളൊക്കെ, എൻ്റെ പേരൊക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ എഴുതി കുറച്ച് ആർട്ടൊക്കെ സൈഡിൽ കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ഇയാൾ വേഗം പറഞ്ഞു, നീ നല്ലോണം വരയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വല്ലാണ്ട് ചുളുങ്ങി. എനിക്ക് പൊതുവേ അത് നേരിടാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെ വിനയത്തിലൊക്കെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരുതി. അങ്ങനെയല്ല, നീ എന്നേക്കാൾ എത്രയോ നന്നായി വരയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും നൽകിയത് ശ്യാമപ്രസാദാണ്. ഞാൻ അവനെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. എന്ന് മാത്രമല്ല, ഞങ്ങൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ തോറ്റു, അവൻ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ എൻ്റെ മുന്നിൽ പ്രത്യേകിച്ച് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ചില സാഹചര്യങ്ങളതായിരുന്നു, അതിവിടെ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ എന്നോട് ശ്യാമപ്രസാദ് പറഞ്ഞത്, നിൻ്റെ വഴി ഇതാണ്, നീ മറ്റൊന്നിനും പോയിട്ട് ഒരു കാര്യവുമില്ല, നീ ധൈര്യമായിട്ട് ഈ വഴി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് എനിക്കൊരു മാർഗനിർദ്ദേശവും കൂടെ തന്നു. അതാണ് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഫലവത്തായത്. അങ്ങനെ വീട്ടുകാരോട് മല്ലടിച്ച് ആരും സമ്മതിക്കുമായിരുന്നില്ല ഈ വിഷയങ്ങൾ പഠിക്കാൻ പോകാനായിട്ട്. അങ്ങനെ സ്വന്തമായി അധ്വാനിച്ച് രാത്രികാലങ്ങളിൽ ചുവരെഴുതി വഴിയിലൂടെ തെണ്ടി നടന്നാണ് ഞാൻ ചിത്രകല അഭ്യസിച്ചത്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രയോജനം ഉണ്ടായെന്ന് വെച്ചോളൂ. എന്തായാലും ജോലിയൊക്കെ പിന്നീട് വളരെ ലേറ്റായിട്ടാണ് ഞാൻ ജോലി സ്വീകരിച്ചത്, വേറെ സാഹചര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ അത്തരമൊരു സന്ദർഭവും കൂടെ ഇതിൽ ഇണങ്ങി വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് പ്രത്യേക ഒരു നന്ദി എല്ലാവർക്കും. അപ്പോൾ നമ്മളുടെ ഒരു പ്രധാന വിഷയം, ഇപ്പോൾ ശ്യാമപ്രസാദിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു നിങ്ങളെല്ലാവർക്കും വേണ്ടി. അപ്പോൾ അതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കുറച്ച് കാലം സംഗീതമൊക്കെ പഠിച്ചിട്ട്, ഞാൻ വളരെ ലേറ്റായിട്ടാണ് സംഗീതം പഠിച്ചത്, പാട്ടൊക്കെ അപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, അന്ന് DSF എന്ന പേരിലൊരു ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ചിരുന്നു. അന്ന് ഇലക്ഷനിൽ ഞങ്ങളാണ് ജയിച്ചത്. ഇന്ന് ഇവിടുത്തെ ഒരു സീറ്റോ ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറോ KSUവിന് കിട്ടിയുള്ളൂ, ബാക്കി എല്ലാം തൂത്തുവാരി എടുത്തു. അന്ന് ഇറക്കിയ ഒരു സുവനീറുണ്ട്, ആ സുവനീറിന് കവർ ചിത്രം വരച്ചാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ പേരൊക്കെ ഞാൻ വലിയ വെണ്ടയ്ക്ക മുഴുപ്പിലൊക്കെ വെച്ചിരുന്നു. അത് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ഇങ്ങനൊരു സന്ദർഭം വരുമെന്ന് കരുതിയുമില്ല. അപ്പോൾ അവിടുന്ന് ഞാൻ പിന്നെ എൻ്റെ ഒരു വര ഇങ്ങനെ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അന്നിവിടെ വേറൊരു പിന്നീട് പ്രസിദ്ധനായ ഒരാളുണ്ട്, OV വിജയൻ്റെ അനന്തരവനായ ഒരു രവിശങ്കർ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂണിസ്റ്റുണ്ട്. അന്ന് മൂപ്പരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചിത്രകാരൻ, അതായത് ഈ ആസ്ഥാന ചിത്രകാരൻ എന്നൊക്കെ പറയുന്ന മാതിരി അദ്ദേഹമാണ്.
അദ്ദേഹം സീനിയറാണ്, ഞങ്ങളെ ഡിഗ്രി ഫൈനൽ ഇയറോ മറ്റാണ്. പക്ഷേ ശ്യാമപ്രസാദ് അന്നത്തെ ഒരു പെയിൻറ്റിങ് മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഈ രവിശങ്കറിൻ്റെ അതുവരെയുള്ള സ്ഥാനം തകർത്തുകൊണ്ട് ശ്യാമപ്രസാദിന് കിട്ടി പെയിൻറ്റിങ്ങിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് റിവോൾട്ട് നടന്ന സ്ഥലമാണ്. രസകരമായിരുന്നു. അന്നത്തെ ഒരു തമാശയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാനൊക്കെ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, ഭാര്യയോട് സംസാരിച്ചിരുന്നു ആ വിഷയം, എൻ്റെ സുഹൃത്തുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു രസകരമായൊരു കാലം. അതിൽ നമ്മളുടെ വിഷയത്തിലേക്ക് ഇനി വരാം. അപ്പോൾ ഇതിനകത്ത് പ്രോബ്ലം, ഞാൻ കുറച്ച് കാലം സംഗീത പഠിപ്പിക്കാനും കൂടെ പോയിരുന്നു. അതായത് പഠിച്ചതിന് തന്നെ ആർക്കെങ്കിലും ഇത് പകർന്നു കൊടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഗുരു മരിച്ചിട്ടിപ്പോൾ ഒരു 4-5 കൊല്ലമായി. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ മാതിരി വേണ്ട രൂപത്തിൽ പഠിപ്പിച്ചവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരാരും തന്നെ ഫീൽഡിലില്ല. പിന്നെ ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ ആളില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അക്കൂട്ടത്തിൽ സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. ബാബുരാജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മിത്തായി മാറിക്കൊണ്ടിരിക്കുന്ന MS ബാബുരാജിൻ്റെ ചെറുമകളെ സംഗീതം പഠിപ്പിക്കാൻ, ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാനുള്ളൊരു യോഗവും എനിക്ക് കിട്ടി. അതിലെനിക്ക് വളരെ സന്തുഷ്ടിയുണ്ട്. കാരണം അവൾ നല്ല ബാബുരാജിൻ്റെ ആ ഫിംഗറിങ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ഇപ്പോൾ അടുത്ത് ഒരു മാധ്യമം ദിനപത്രത്തിൽ അവളെക്കുറിച്ചൊരു റൈറ്റപ്പൊക്കെ വന്നിരുന്നു. ചിലപ്പോൾ അതിന് കണ്ടിട്ടുണ്ടാവാം. ഏതായാലും അവളിപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതൊരു ശരിക്കും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ബാബുരാജിൻ്റെ ഒരു ജീൻ അവളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭവും കൂടെ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തിടയ്ക്ക് വീട്ടിൽ, ഇതൊരു ആമുഖമായിട്ട് എടുത്താൽ മതി കേട്ടോ, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഡോക്ടറാണ് ഒരു പെൺകുട്ടി പഠിക്കാൻ വന്നിരുന്നു. അത് വളരെയും അന്വേഷിച്ചിട്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ആളില്ല എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ തപ്പി ഞാൻ പെരിന്തൽമണ്ണയാണ് താമസം. ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയാണ്. അപ്പോൾ ആ കുട്ടി അവർ വിവാഹമൊക്കെ ആയി. അപ്പോൾ അങ്ങനെ പോകാനാവുമ്പോൾ പഠനം നിർത്തുകയാണ്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി വളരെ നിരാശയോടെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. അതിപ്പോൾ സാർ, ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ എവിടെയാ പാടുക എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പഠിക്കാൻ വരുന്നതുകൊണ്ട് എനിക്കും ഗുണമുണ്ടായിരുന്നു. കാരണം എനിക്കും ഈ കുട്ടിയുടെ കൂടെ പാടാം, അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാമായിരുന്നു. ഞാനിപ്പോൾ കല്യാണമൊക്കെ കഴിച്ചു പോയാൽ എവിടെയാ പാടുക എന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് ഉത്തരം മുട്ടിപ്പോയി. ഞാൻ അത്യാവശ്യമൊക്കെ അതിൻ്റെ പഠിപ്പിക്കാൻ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ എവിടെ പാടും എന്ന ചോദ്യത്തിന് മുന്നിൽ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ കല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലില്ല. നിത്യജീവിതത്തിൽ കലയില്ല. പകരം അതെല്ലാം സ്റ്റേജിലാണ്. അങ്ങനെ ഒരു വലിയ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, യേശുദാസ് ഇല്ലേ, ജയേന്ദ്രനില്ലേ, ബ്രഹ്മാനന്ദനില്ലേ, ചിത്രചേച്ചിയില്ലേ, ജാനകിയില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ 3 കോടി മനുഷ്യരിൽ ഈ 5 പേരേ ഉള്ളോ കലയുള്ളവർ? അതിനൊരു പരിധി വരെ അതിനെ മറികടക്കാൻ പറ്റിയത്, ആദ്യമൊക്കെ ആളുകൾ ആക്ഷേപിച്ചിരുന്നെങ്കിലും സ്റ്റാർ സിംഗർ പരിപാടികളിൽ നമുക്കറിയാം ഒട്ടേറെ പാട്ടുകാരുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ചെറിയ കുട്ടികളാണെങ്കിൽ കൂടി നന്നായി പാടുന്നവർ ധാരാളമുണ്ട്. പക്ഷേ ഇപ്പോഴും വായ്പാട്ട് പാടുന്നവർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻസ്ട്രുമെൻസിൽ നമുക്ക് ഒന്ന് രണ്ട് പേരൊക്കെ നമുക്ക് പറയാനുള്ളൂ. അതവർ കുറച്ചൊരു ഷോ നടത്തുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ കലയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ദുഃഖകരമായ സത്യം. അപ്പോൾ ആ വിഷയത്തിലേക്കാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഈ ചർച്ചാരൂപത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ഞാനിങ്ങനെ എഴുതി വായിക്കുന്നതൊക്കെ വളരെ ഒരു ദാരുണമായ കാര്യമാണ്. കാരണം നിങ്ങളിങ്ങനെ കേട്ടിരിക്കുക, അത്തരം ഒരു പ്രബോധനപരമായ ഒരു സംഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രയും കാലം ആളുകൾ പ്രബോധനം നടത്തിയിട്ട് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ജീവിക്കേണ്ടി വന്നിട്ടുള്ളൊരു മനുഷ്യന്മാരെന്നുള്ള നിലയിൽ പ്രബോധനങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല. പിന്നെ ഒന്നാമത്തെ വിഷയം, ഞാൻ എന്നുള്ളത് ഇവിടെ ഒരു പ്രസക്തമായ കാര്യമല്ല. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ എൻ്റെ സന്തോഷമൊക്കെ പറഞ്ഞ് പങ്കുവച്ചെങ്കിലും ഞാനല്ല പ്രശ്നം. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് ബോധ്യമാവുമെങ്കിൽ അതാണ് അതിനകത്തെ കാര്യം. അത് വിഷയമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലേ ഞാൻ പറയുന്നതിൽ കാര്യമുള്ളൂ. അല്ലാണ്ട് ഞാൻ പറയുന്നത് കൊണ്ടൊരു വിഷയം ശരിയാവണമെന്നില്ല. നിങ്ങൾക്ക് തിരിച്ച് അറ്റ് ദാറ്റ് ടൈം നിങ്ങൾക്ക് സംസാരിക്കാം, എന്നോട് തിരിച്ച് ചോദിക്കാം എന്തെങ്കിലും പറയുമ്പോൾ. അതിന് മറുപടി പറഞ്ഞിട്ടേ ഞാൻ പിന്നെ അടുത്തതിലേക്ക് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ചർച്ചയാണ്, ഒരു ഡിസ്കോഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ പരസ്പരം ആവരുത് എന്നും കൂടെ ഉണ്ട് എനിക്ക്. കാരണം
ഞാൻ പറയുന്നൊരു കാര്യത്തിന് ഒരു മറുപടി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടറെ കൗണ്ടർ ചെയ്ത് വേറൊരാൾ പറഞ്ഞു പോയാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ബോൾ പോയി, പിന്നെ വകുപ്പ് അത് പിന്നെ കോർട്ടിന് പുറത്താണ് കളി. അപ്പോൾ അത് വേണ്ട, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഒബ്ജക്റ്റ് ചെയ്യാം. ഇങ്ങനെ എനിക്ക് അതിനകത്തൊരു ശരികേട് തോന്നുന്നുണ്ട്, നിങ്ങൾ എന്താണ് അതിനകത്ത് നിങ്ങളുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്രോസ് ക്വസ്റ്റ്യൻ ആവാം. നമ്മളങ്ങനെ ഇവിടെ പരമ്പരാഗതമായിട്ട് ഒരാൾ പ്രസംഗിക്കുകയും മറ്റുള്ളവരിങ്ങനെ കേട്ടിരിക്കുകയും പിന്നെ അവസാനം എന്തെങ്കിലും എഴുതി കൊടുത്തിട്ട് അത് ചർച്ച ചെയ്യുമ്പം ഞാൻ പിന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തരികടകളൊക്കെ കാണിച്ച് പോകുന്ന അവസാനമാകുമ്പോൾ അലമ്പായിട്ട് പിരിഞ്ഞു പോകലാണ് നമ്മുടെ നാട്ടിലൊരു ചർച്ചയുടെ രീതി. അപ്പോൾ അതിൽ നമുക്ക് താല്പര്യമില്ല. കാരണം അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ളത് കഴിഞ്ഞ ഏതാണ്ട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമുക്ക്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ സാമൂഹ്യ പ്രവർത്തന രംഗത്തും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിച്ച് പോവുക, നമ്മളൊരു പരസ്പരമുള്ളൊരു കമ്മ്യൂണിക്കേഷനായിട്ട് തന്നെ ഇതിനെ എടുത്താൽ മതി. പിന്നെ എല്ലാവരെയും ഇപ്പോൾ പരിചയപ്പെടാനൊന്നും അവസരമില്ല, അതുകൊണ്ട് എൻ്റെ മാത്രമേ ഇപ്പോൾ സ്റ്റേജിൽ കാണുക. അപ്പോൾ അതിനകത്ത് ഞാനല്ല ഇതിനകത്തെ സബ്ജക്റ്റ്, ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിഷയം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവരുടെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതൊരു നിലവാരമുള്ള ജനാധിപത്യം എന്ന് ആരും കരുതണ്ട, വളരെ നിലവാരം കുറഞ്ഞ ഒരു ജനാധിപത്യമുള്ള രാജ്യമാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് എന്തുകൊണ്ടാണ് യുക്തിവാദി സംഘത്തിൻ്റെ ഇത്തരം ഒരു മീറ്റിങ്ങിലേക്ക് ഇത് വന്നുവിട്ടത്? ഒന്ന് നമ്മുടെ ശ്രീമാൻ സാബു ഫിലിപ്പാണ്. അദ്ദേഹം ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിലാണ് പെട്ടെന്ന് ഈ വിഷയം ഉയർന്നു വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളൊരു വേദി ഉണ്ടാക്കി തരാം ഇങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു 8-10 വർഷം മുമ്പാണ് മലപ്പുറം യുക്തിവാദി സംഘത്തിൻ്റെ KVSൻ്റെ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അവർ വളരെ വിഷമത്തിലാണ് പറയുന്നത്, ആളുകൾ വരുന്നില്ല, ആളുകൾ ഒരു കാര്യത്തിലും സഹകരിക്കുന്നില്ല, എല്ലാവരും പൂരവും അതും ഇതും പറഞ്ഞിട്ട് മതങ്ങളുടെ പിന്നാലെ പോവുകയാണ്. അതിൽ വലിയ എല്ലാവർക്കും വിഷമത്തിലാണ് സംസാരിക്കുന്നത്, അല്ലാണ്ട് ഒരു കുറ്റപ്പെടുത്തൽ പോലുമല്ല. അപ്പോൾ ഞാനതിൽ പറഞ്ഞു, സാർ എനിക്കിതിനകത്തൊരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആളുകൾക്ക് കല എന്ന് പറയുന്ന എന്തെങ്കിലും അനുഭവം കിട്ടണമെങ്കിൽ അവർക്ക് ഈ മതത്തിൻ്റെ കൂടെ പോവുകയും മാർഗമുള്ളൂ. നമുക്കൊക്കെ അറിയാം, ഇവിടുത്തെ ക്ലാസിക്കലായിട്ടുള്ള എല്ലാ കലകളും, അത് സംഗീതമായാലും ശരി, നൃത്തമായാലും ശരി, എന്തിന് നമ്മളുടെ പെയിൻറ്റിങ് പോലും മതപരമായ ചടങ്ങായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് സന്തോഷിക്കാൻ വേറെ മാർഗമില്ല. അപ്പോൾ അവരെ നിങ്ങൾ അങ്ങനെ ഒരു മാർജിനലൈസ് ചെയ്ത് കാണരുത്, അവരെ മാറ്റി കാണരുത്, അവർക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എന്താണ് യുക്തിവാദി സംഘത്തിന് കലയിലുള്ള റോള് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അത് ശാസ്ത്രമാണല്ലോ പ്രധാനം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേര് കലാകാരന്മാരുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്ലൈഡ് ഷോ അടക്കം ഇവിടെ നടത്തുന്ന പല പരിപാടികളിലും ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ, എന്തിന് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആൾ പിയാനോസ്റ്റായിരുന്നു, അയാൾ വയലിൻ വായിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ. ഈ E=mc² എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ സിദ്ധാന്തം കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പിയാനോവിൽ മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പീസ് വായിക്കുകയാണ്, വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആ പുസ്തകം പറഞ്ഞു തരാം, നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയിലുണ്ട് ഈ ഭാഗം, അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇയാൾ മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുമ്പം പറയുന്നു, ഭാര്യയോടാണ് പറയുന്നത്, ഇപ്പോൾ ചിലത് സംഭവിച്ചേക്കും, ഞാൻ അതിനടുത്താണ് എന്ന് പറയും. അപ്പോൾ ഭാര്യ പറഞ്ഞ്, എന്നാൽ പിന്നെ അത് പറയൂ, നിങ്ങൾ എന്താണ് കാര്യം? അപ്പോൾ ഐൻസ്റ്റീൻ വീണ്ടും പറയുന്നു, അത് പറയാനാവില്ല, പക്ഷെ ഞാൻ അതിനടുത്താണ്, അതിപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ പിയാനോവിൽ നിന്ന് എണീറ്റ് നേരെ അപ്സ്റ്റെയറിലേക്ക് പോവുകയാണ്. അങ്ങനെ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ സാധാരണ ലൈഫിലേക്ക് വരുന്നത്. ഇടയ്ക്ക് താഴെ വരില്ല എന്നല്ല, അദ്ദേഹം നോർമൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ആ വരുമ്പോൾ ഏതാണ്ട് ഒരു 8 ഷീറ്റോ 6 ഷീറ്റോ അങ്ങനെ അത് ഷീറ്റും കൊണ്ടാണ് വരുന്നത്. ഇതായിരുന്നു ഞാനന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ശാസ്ത്രം പഠിച്ചിട്ടുള്ളവരോ പഠിപ്പിക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾ ഇത് അറിയില്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞാൽ തന്നെ അത് അവർ കെയർ ചെയ്യില്ല, അല്ലെങ്കിൽ തന്നെ അവർ മറ്റൊരാളോടും പറഞ്ഞു കൊടുക്കുകയുമില്ല. പിന്നെ ഇപ്പോൾ ഡാവിഞ്ചിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഞാനതിൻ്റെ പ്രൂഫൊന്നും എടുത്തിട്ടില്ല, കാരണം നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്.
ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സംഭവങ്ങളുടെ എല്ലാം ആദ്യത്തെ രൂപപ്പെടുത്തൽ ദാവിഞ്ചിയിൽ നിന്നായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ രാമാനുജൻ എന്ന് പറയുന്ന നമ്മുടെ സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിന് 2 ഡോക്ടറേറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വിഷയത്തിൽ. അതായത് തബലയുടെ ആ കറുത്ത, ഡോക്ടർ കുറച്ച് തബല പഠിച്ച ആളായതുകൊണ്ട് പറയുകയാണ്, തബലയുടെ ആ കറുത്ത പോർഷൻ, ഒരു മഷി ഉണ്ടാവും, അത് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ആ മഷിയിൽ വരുന്ന ശബ്ദത്തിൻ്റെ വേരിയേഷനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇത് രണ്ടും രണ്ടല്ല എന്നാണ് വലിയ വിവരമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഞാനതൊന്നും പറയുന്നില്ല, കാരണം വലിയ വിഷയമാണ്. അപ്പോൾ ഞാൻ സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ, ഞാനിൻ്റെ അതോറിറ്റി ഒന്നുമല്ല. കലയും ശാസ്ത്രവും രണ്ടല്ല എന്നാണ്. അത് ഒരു പ്രതിഭാസത്തിൻ്റെ 2 രൂപങ്ങളാണ് പ്രപഞ്ചത്തിലെ, പ്രകൃതിയിലെ എല്ലാം. ഇപ്പം നമുക്കറിയാം, മഴവില്ല് കാണുമ്പോൾ നമുക്ക് സൂര്യപ്രകാശത്തിൽ സംഭവിക്കുന്ന എന്താ അതിന് പറയുക, ഒരു പേരുണ്ടല്ലോ, റിഫ്രാക്ഷൻ ആണെന്ന് അല്ല നമ്മൾ കാണുക. നമ്മൾ മഴവില്ലിൻ്റെ ഭംഗിയാണ് ആസ്വദിക്കുന്നത്. എത്ര തിരക്കിൽ നമ്മൾ യാത്ര ചെയ്താലും ശരി, ഇത് കണ്ടാൽ നമ്മൾ നോക്കും. എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ള വർണ്ണങ്ങളാണ്, നമുക്കറിയാം അത് മഴവില്ലാണ്, അതൊരു ഇല്യൂഷനാണ്, അത് യഥാർത്ഥത്തിൽ ഇല്ലെന്നറിയാം. പക്ഷേ നമുക്കത് കണ്ടാൽ നമ്മളുടെ മനസ്സിന് ഒരു സന്തുഷ്ടിയാണ്. അല്ലെങ്കിൽ പൂവ് കാണുമ്പോൾ നമ്മൾ കരുതുകയാണ്, ഇത് പരാഗണം നടത്താനായിട്ടൊരു ചെടി രൂപപ്പെട്ട് നിൽക്കുന്ന ഇതാണ് എന്നല്ല. പൂക്കൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ സുഗന്ധം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിറം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ലോകത്തെ നമ്മൾ സൗന്ദര്യാത്മകമായിട്ട് കാണുക എന്നുള്ളതാണ് പ്രാഥമികമായും ചെയ്യേണ്ടത്. അതിന് നമുക്കിവിടെ സന്ദർഭങ്ങളില്ല, നമുക്കിവിടെ പഠിപ്പിക്കുന്നില്ല. ഞാൻ കലാധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് 26 കൊല്ലം. അതില്ലാണ്ടായി, ഞാൻ പിരിഞ്ഞതോടുകൂടി ആ പോസ്റ്റ് ഇല്ലാണ്ടായി. അപ്പോൾ ഒരു വശത്ത് ഇതിനെ നശിപ്പിക്കുന്ന, ഇതിനെ കില്ല് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ യുക്തിവാദ സംഘത്തിലേക്ക് വരികയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആളുകൾക്ക് സന്തോഷിക്കാനുള്ള, ഉല്ലസിക്കാനുള്ള ഒരു സന്ദർഭം ഈ പൂരവും ഉത്സവവും എന്തെങ്കിലും ആഘോഷങ്ങളുമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് നമ്മളിവിടെ തുടങ്ങുക എന്തെങ്കിലും, അപ്പോൾ ആളുകൾ അതിനൊരു പ്രേരണയായിട്ട് വരും. അങ്ങനെ എനിക്ക് തോന്നുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം തുഞ്ചൻപറമ്പിൽ അതിന് ശേഷം നടന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിൽ കുടുംബങ്ങളെ കൂട്ടിക്കൊണ്ട് കലാവിഷയത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സെഷൻ ഒരു ദിവസം നടത്തി. അതിൻ്റെ ഡയറക്ടറായിട്ട് എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു, ഞാനത് ചെയ്യുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അതിനകത്ത് വേറൊരു തമാശ നടന്നു. ഒരു മാജിക് ഷോയാണ് ഇവർ കവിതയ്ക്ക് കൂടെ വെച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മാജിക് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പ് കലയാണ്. അതായത് അത് പൂർണ്ണമായും നുണയാണ്, അങ്ങനെ ഒരു സംഭവം നടക്കുന്നേയില്ല. അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ മാന്ത്രികന്മാരും മറ്റേ സിദ്ധന്മാരും ഒക്കെ കാണിക്കുന്നതിന് നമ്മൾ കാണിക്കണം, അത് ശരി, അതല്ലാതെ നടത്തുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടൊരു ഗാനമേള വെച്ചില്ല അവർ? എന്തുകൊണ്ട് ഗാനമേള വെക്കാൻ പറ്റും? പക്ഷേ ഇതെനിക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം കുടുംബസംഗമവും അത്യാവശ്യമുള്ള ഒരു കാര്യത്തിലേക്കും വന്ന സ്ഥിതിക്ക് നമ്മൾ പിന്നെ അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് വീണ്ടും പഴയ പൊസിഷനിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അതിന് ശ്രമിച്ചില്ല. പക്ഷേ ഇപ്പോഴും ആ മാജിക് ഷോ നടക്കുകയാണ്. നമ്മുടെ പ്രൊഫസർ മുതുകാട് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാജിക് അല്ല കല. അപ്പം ഞാനതിന് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ വെളിച്ചപ്പാടിനെ വിമർശിക്കുന്നുണ്ട്, വെളിച്ചപ്പാട് ഇങ്ങനെ നെറ്റിയിൽ വെട്ടുന്നില്ല, ഇങ്ങനെ ആക്കുകയുള്ളൂ. ശരിയാണ്, അയാൾ അങ്ങനെ തല വേണമല്ലോ അയാൾക്ക് ഇത് കഴിഞ്ഞിട്ടും. അപ്പോൾ അതുകൊണ്ട് തല പൊളിക്കുന്ന രീതിയിലൊന്നും വെളിച്ചപ്പാട് വെട്ടുന്നില്ല. പക്ഷേ വെളിച്ചപ്പാട് തുള്ളുന്നത് കൃത്രിമമോ വ്യാജമോ അല്ല, അത് ആവേശിക്കപ്പെടുകയാണ്. നമ്മൾ അതൊരു ട്രാൻസെൻഡൽ പൊസിഷനാണ്, അത് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇപ്പം നമുക്കറിയാം, ഒരു നായ ആക്രമിക്കാൻ വരുമ്പോൾ അതിൻ്റെ ശരീരത്തെ രോമങ്ങൾ എഴുന്നു നിൽക്കും. ഇത് നായ വാലാട്ടി നടക്കുന്ന സമയമല്ല, അത് അതിൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന ഹോർമോണുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അത് വേറൊരവസ്ഥയിലെത്തുകയാണ്. ഈ അവസ്ഥാന്തരത്തെ നമ്മൾ കാണാതെ അത് കൃത്രിമമാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ പിശകുണ്ട്. മറ്റൊരു ഉദാഹരണം ഞാൻ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ഇവിടെയും പറയുകയാണ്. പഴയ നാടകങ്ങളിൽ, ഇപ്പോൾ ആ നാടകങ്ങൾ അങ്ങനെയൊന്നും നാടകങ്ങൾ അധികം ഇല്ല, ആ ലെവലിലുള്ളത് ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ്. പഴയ പ്രൊഫഷണൽ നാടകങ്ങളിൽ നടികൾ
കരയുന്ന നടികളാണല്ലോ കരയുക. ആണുങ്ങൾ കരയുന്ന നാടകങ്ങൾ വളരെ കുറവാണ്. വളരെ ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുകയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് കരച്ചിലുണ്ടാവില്ല. അപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരവ് വളരെ അപൂർവമാണ്. അപ്പോൾ ഈ നാടക നടികൾ കരയുന്നത് ഗ്ലിസറിൻ വെച്ചിട്ടല്ല കേട്ടോ, പണ്ട് കാലത്ത്. ഇപ്പോൾ എനിക്കറിയില്ല. അവർ കരഞ്ഞിട്ട് പിന്നിൽ ബാക്ക് സ്റ്റേജിൽ പോയി ഇരുന്നിട്ട് ബാക്കി സങ്കടം കരഞ്ഞു തീർത്തതിന് ശേഷം മാത്രമേ അവർ അടുത്ത വേഷം ധരിക്കുകയുള്ളൂ. ഇതെനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. അപ്പോൾ അതെന്താണ് സംഭവിക്കുന്നത് അവിടെ മനുഷ്യൻ്റെ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് പോയിട്ട് പെട്ടെന്ന് ചേഞ്ച് ആവാൻ പറ്റില്ല. ഇപ്പം നമ്മളൊക്കെ ദേഷ്യപ്പെട്ടിട്ടുള്ള ആളുകളാണല്ലോ, എല്ലാവരും ദേഷ്യപ്പെടുന്ന ആളുകളാണ്. പ്രധാനമായും ദേഷ്യമാണ് നമ്മുടെ ഒരു വികാരം. പക്ഷേ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് നമ്മൾ ഒരാളോട് സ്മൈൽ ചെയ്തിട്ട് വർത്താനം പറയാനൊന്നും പറ്റില്ല. പിന്നെ അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ വല്ല രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വഴക്കൊക്കെ ഇട്ടിട്ട് പിന്നെ അടുത്ത സമയത്ത് പുഞ്ചിരിക്കുന്നവരുണ്ടായിരിക്കാം, നമുക്കറിയില്ല. ഏതായാലും നമ്മളുടെ ആ അവസ്ഥാമാറ്റത്തെ നമ്മൾ കൃത്രിമമെന്ന് പറയാനും കൃത്രിമമായി ധരിക്കാനും ഇടയായത് ഒരു വലിയ വിപത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ റിലേറ്റ് ചെയ്ത് വന്നത്. ഒന്ന്, ഒരു കല അഭ്യസിച്ചാൽ അത് പ്രകടിപ്പിക്കാൻ സ്ഥലമില്ല. ഇപ്പം ഞാൻ ഈ സ്ഥാപനത്തിൽ അന്ന് ഒരു പാട്ടുണ്ട്, എൻ്റെ വ്യക്തിപരമാകുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. മെഹബൂബ മെഹബൂബ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതൊരു വല്ലാത്ത ശബ്ദത്തിലേ പാടുള്ളൂ, എനിക്കിപ്പോൾ അത് പാടാനാവില്ല, എൻ്റെ ശബ്ദമൊക്കെ മാറിപ്പോയി. അന്ന് ആ പാട്ട്, ആ ശബ്ദം കിട്ടുന്ന അപൂർവ ആളുകളിൽ ഒരാളായിരുന്നു ഞാൻ. അതേമാതിരി വേറൊരു ശബ്ദമുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്നൊരു, പേരെനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ, വളരെ മെല്ലിച്ച് നീണ്ടിട്ടൊരു കക്ഷി. അയാൾ നരേന്ദ്ര ചഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു ഗായകനുണ്ട്, പഴയ, ആർക്കെങ്കിലും അറിയാമോ എന്നറിയില്ല. ബേശാക്ക് മന്ദിർ ചോടോ എന്ന് പറഞ്ഞിട്ട് ബോബിലൊരു പഴയ പാട്ടുണ്ട് വല്ലാത്ത ശബ്ദത്തിൽ. അയാൾ അതും പാടും, ഞാൻ ഇതും പാടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലിരുന്ന് പാടിയാൽ നല്ല ശബ്ദമാണ്, ഭയങ്കര മുഴക്കമൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ രാവിലെ തുടങ്ങും അവിടെ പരിപാടി. അപ്പോൾ ഇവിടുന്ന് പറയും, ഓരിയിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും അധ്യാപകർ. അവർക്കറിയാം ഇത് കേൾക്കാം ഈ ശബ്ദം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ എവിടെയും പാടാനില്ല, നമ്മുടെ പ്രശ്നം അതാണ്. പിന്നെ മറ്റ് ഈ സായാഹ്ന എന്താണ് ഈ ചില കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ പാടിയാണ് ഞാനിങ്ങനെ കഴിഞ്ഞു പോന്നിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് കുറച്ച് സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്ന് കരുതി അങ്ങോട്ട് പോയത്. പക്ഷേ ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കൊന്നും പാടാൻ അവസരമില്ല. ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പലരും സ്റ്റാർ സിംഗറിലൊക്കെ പോയിട്ട് സെക്കൻഡ് പ്രൈസൊക്കെ വാങ്ങിയിട്ടുണ്ട്, വളരെ ഉയർന്ന തലത്തിലൊക്കെ. പക്ഷേ അവർക്കൊന്നും വീട്ടിൽ പാടാൻ പറ്റില്ല. എന്തുകൊണ്ടാണത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാട്ടിഷ്ടമില്ലാത്തവർ ഉണ്ടെന്ന് തോന്നണില്ല ഇപ്പോൾ, പക്ഷേ ഉണ്ടായിരുന്നു. ഒരു പ്രസിദ്ധനായ ആളുണ്ടായിരുന്നു, നമ്മുടെ ഫ്രോയിഡ്. ഇദ്ദേഹം പാട്ട് വിരോധിയാണ്. ഞാൻ വേണമെങ്കിൽ വരി വായിച്ച് കേൾപ്പിക്കാം അദ്ദേഹത്തിൻ്റെ, ഒന്ന് കേട്ടോളൂ. കാരണം നമ്മൾ ഇവരെയൊക്കെ പൊക്കിയാണല്ലോ നടക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവരൊക്കെ ആണല്ലോ പലതും പറഞ്ഞു തന്നത്. ഒരു ചെറിയ ഒറ്റ വരിയേ ഉള്ളൂ, അധികം ഒന്നും പറയുന്നില്ല. ഫ്രോയിഡിൻ്റെ സഹോദരി റോസയ്ക്ക്, ചെറിയ കുട്ടിയായിരിക്കും കേട്ടോ, പിയാനോ വായിക്കാൻ അതീവ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഫ്രോയിഡ് സമ്മതിച്ചില്ല. കാരണം പിയാനോവിൻ്റെ ശബ്ദം തൻ്റെ പഠിത്തത്തിന് തടസ്സമാകുമെന്നാണ് പറഞ്ഞത്. ഫ്രോയിഡ് ഒരു സംഗീത വിരോധി തന്നെ ആയി മാറി. ഒരു ഭക്ഷണശാലയിലേക്കോ ബിയർ ഗാർഡനിലേക്കോ പ്രവേശിക്കുമ്പോൾ സംഗീതം കേട്ട് മുഖം ചുളിക്കുകയും ചെവി പൊത്തുകയും ചെയ്യുമായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ. എത്രയോ വലിയ മനുഷ്യനാണ്, ലോകത്തെ തന്നെ മാറ്റിമറിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഇതാണ്. ഇനി വേറെ ഉണ്ട്, ഞാൻ സമയം കളയാൻ വേണ്ടാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി നമ്മുടെ ഏറ്റവും ആദരണീയനായ ഗാന്ധിജി, അദ്ദേഹത്തിന് സംഗീതവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. വാർത്താ സ്കൂളിൽ കലകൾ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞല്ലാണ്ട് അദ്ദേഹത്തെ ഒരു ദിവസം ഇറക്കി വിട്ടിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അതിപ്പോൾ അതിൻ്റെ ഒതൻറ്റിക്കായ രേഖയൊന്നും എൻ്റെ കൈവശമില്ല. നമ്മൾ ഗുരുസ്ഥാനത്ത് നിന്നും പറഞ്ഞു കേൾക്കുന്നതാണ്. എൻ്റെ ഗുരു പറഞ്ഞല്ല, വേറൊരു ഗുരു പറഞ്ഞതാണ്. സാറിന് അറിയുന്നത് ഓംകാർ നാഥ് ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു പഴയ. അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് ഗാന്ധിജിയും നെഹ്റുവും കൂടിയിരുന്നു. അപ്പോൾ ഈ ശ്രുതി ശരിയാക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാട്, സംഗീതം അറിയുന്ന ആരെങ്കിലും ഉണ്ടല്ലോ അല്ലേ, പഠിച്ചവരുണ്ടാവും. ശ്രുതി ശരിയാക്കുക എന്ന് പറഞ്ഞാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ശ്രുതി ശരിയാക്കുക. അപ്പോൾ ഇത് ഈ തമ്പുരു വെച്ചിട്ട് ശ്രുതി ഇങ്ങനെ കൂട്ടുകയാണ്. അപ്പം ഏകദേശം 1 മണിക്കൂറോളമായി ഈ ശ്രുതി ശരിയാവാതെ ഈ ഗുരു അങ്ങനെ ഇരിക്കുകയാണ്. ഓംകാർനാഥ് ഠാക്കൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ് ആളാണ്.
നമ്മുടെ ഭീംസൻ ജോഷിനേക്കാളൊക്കെ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഗാന്ധിജിക്ക് അസ്വസ്ഥമായി. അപ്പോൾ മൂപ്പര് വർത്താനം പറയാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ആദ്യത്തെ ആലാപനം ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഈ ടാക്കൂർ. അപ്പോൾ ഗാന്ധിജി അസഹനീയമായിട്ട് നമ്മുടെ നെഹ്റുവിനോട് സംസാരിക്കാൻ തുടങ്ങി. അതിൽ ഇദ്ദേഹം കച്ചേരി അവിടെ നിർത്തി. മഹാത്മജി, അങ്ങേക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിന് ശേഷമേ ഞാൻ പാട്ട് തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വലിയ ഇൻസൾട്ടായിട്ടാണ് ഗാന്ധിജി എടുക്കുക, അത് നമുക്ക് ഊഹിക്കാമല്ലോ. അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അല്ല അങ്ങനെയല്ല, അദ്ദേഹം അങ്ങയുടെ ഇത് കഴിഞ്ഞു മതി, എനിക്ക് ധൃതിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഓർഡർ കൊടുത്ത് പാടിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ആ കച്ചേരി അപ്പോൾ നെഹ്റു അർത്ഥവത്തായി ചിരിച്ചു എന്നും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു കഥ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമോയെന്നറിയില്ല. അതായത് ഗാന്ധിജിക്ക് വിവരമില്ല എന്ന മട്ടിൽ നെഹ്റു ഒന്ന് ആക്കി ചിരിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും നെഹ്റു എന്തായാലും ഇത് എണീറ്റ് പോയൊന്നുമില്ല, ശല്യവും ഉണ്ടാക്കിയില്ല. ഗാന്ധിജി ആ കച്ചേരി തീരുന്നതിന് മുമ്പ് എണീറ്റ് പോയി. ഇത് ബോംബെയിൽ നടന്ന സംഭവമായിട്ട് നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് കേട്ടതാണ്. എത്രത്തോളം വസ്തുതയാണെന്നറിയില്ല. എന്തായാലും കുറച്ച് ഭാഗങ്ങൾ ശരിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഗാന്ധിജി അതിനെയൊന്നും വിശക്കുന്നതിൻ്റെ മുന്നിൽ സംഗീതം കൊണ്ട് കാര്യമില്ല എന്നോ മറ്റോ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തോ അദ്ദേഹം ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി വേണ്ട, നമുക്ക് ഏറ്റവും നമ്മുടെ നാട്ടിലെ ഒരു മാതൃകയായിരുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം നിർണയിച്ചിട്ടുള്ളതിൽ ഒരാൾ സാക്ഷാൽ നമ്മുടെ EMS ആണ്. അതൊരിക്കൽ ഞാനിവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒറ്റപ്പാലത്തൊരു മീറ്റിങ്ങിൽ ഞാൻ പേര് പറഞ്ഞില്ല. കാരണം കുറേ വർഷം എന്ന് വെച്ചാൽ ഒരു 10 കൊല്ലം മുമ്പാണ്. കുറേ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ പേര് പറയാതെ ഇദ്ദേഹത്തെ സൂചിപ്പിച്ചു. അതിൽ പുറത്ത് വന്നപ്പോൾ വിളിച്ചു എന്നെ. അത് സഖാവെന്താണ് അങ്ങനെ സംസാരിച്ചത്? ഞാൻ പറഞ്ഞു, ഞാനും പുള്ളിയെ മോശമായിട്ടല്ലല്ലോ പറഞ്ഞു. അല്ല, എന്നാലും അത് നമുക്കൊക്കെ ഒരു വിഷമമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്ത് ചെയ്യാൻ അദ്ദേഹം. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ശിവദാസ മേനോൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ MP ഇവിടെയുള്ള ആളാണ്, ഈ നാട്ടുകാരനാണ്, എനിക്കറിയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് EMSനോട് എന്തോ സംഗീതത്തെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ശിവദാസ മേനോൻ പറയുന്നു പറഞ്ഞ് EMS ഒഴിഞ്ഞു. അപ്പോൾ ഇത് നാട്ടിൽ എറണാകുളത്താണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഉള്ളവരും പറഞ്ഞു, EMSന് വിവരമില്ല എന്നാണ് നിങ്ങൾ പറയണത്. ഞാൻ പറഞ്ഞു, EMSന് വിവരമില്ല എന്നല്ല, EMSന് എന്തെങ്കിലും കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തെ ബാധിക്കും, അതാണ് വിഷയം എന്ന് പറഞ്ഞു. അതാണ് ഇതിനകത്തെ പ്രശ്നം. അല്ലാണ്ട് അവർക്ക് ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഫ്രോഡിൻ്റെ സ്ഥിതി കണ്ടല്ലോ. ഇനി അങ്ങനെ വേറൊരാളുണ്ട്, പ്ലാറ്റോ. അയാൾ പറഞ്ഞ്, പെയിൻറ്റ് ചെയ്തിട്ട് കസേരയുടെ പടം ഉണ്ടാക്കി വയ്ക്കും, യഥാർത്ഥത്തിൽ കസേര ഉണ്ടാവില്ല, ഇരിക്കണവും വീഴും. അതുകൊണ്ട് ഇവന്മാരെ ആരെയും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, കലാകാരന്മാരെ പുറത്താക്കണം. പിന്നെ കലകൾക്കെതിരായി വലിയ മതങ്ങൾ തന്നെ ഉണ്ടല്ലോ, അതിന് ഞാൻ കൂടുതൽ പറയണം, ഇനി അതൊരു പ്രശ്നമാകണ്ട. അപ്പം ഇതൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ അസ്ഥി മാത്രം മതി, അതിന് പുറത്തുള്ള മാംസമോ അതിന് പുറത്തുള്ള തൊലിയോ രോമമോ അതിന് സെൻസേഷനോ ഒന്നും വേണ്ട എന്നുള്ളൊരു മട്ടിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. ബുദ്ധനെ വെച്ചുകൊണ്ടുള്ള ഒരുപാട് കലകൾ ഈ ലോകം മുഴുക്കുണ്ടായിരുന്നു. പക്ഷേ ബുദ്ധൻ കലയ്ക്കെതിരായിരുന്നു കേട്ടോ. ഞാൻ വളരെ ഞെട്ടലോടെ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് കണ്ടെത്തിയൊരു വിഷയമാണ്. ബുദ്ധൻ കലയ്ക്കെതിരായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതി കൊടുത്തിട്ട് 2 പ്രസിദ്ധീകരണങ്ങൾ, വലിയ വിപ്ലവ സ്വഭാവമുള്ള പ്രസിദ്ധീകരണങ്ങളടക്കം അത് മടക്കി. അവർ പറഞ്ഞു, അത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, ഇത്രയും വലിയ ആൾക്കാരെയൊന്നും നമുക്ക് ആക്രമിക്കാൻ പറ്റില്ല, പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഭാഷ പരിഹാസമായി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു അവകാശമുണ്ടല്ലോ, ഒരു കാര്യം പരിഹാസമാണെങ്കിൽ പരിഹസിക്കുന്നതിന് അവകാശമുണ്ട്. അത് ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, അതിനകത്തൊരു വിനയം കാണിക്കാം വേണമെങ്കിൽ, പക്ഷേ എനിക്കതിനൊരു അവകാശമുണ്ട്, അത് എനിക്ക് നിവൃത്തിയില്ലാതായിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു. 2 പ്രസിദ്ധീകരണങ്ങൾ മടക്കി. അത് വായിച്ചവരൊക്കെ ഞാനുമായിട്ടുള്ള ബന്ധവും നിർത്തി. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതപ്പെടരുത്, തന്നെ അത് അറിയുന്ന ആളുകൾ വേറെ ഇവിടെ ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇതിനെല്ലാം എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ദുഃഖമാണ്, അതിൻ്റെ കാരണം ആഗ്രഹമാണ്, അതുകൊണ്ട് നിങ്ങളൊന്നും ആഗ്രഹിക്കേണ്ട, വെറുതെ ഇങ്ങനെ കന്നുകാലികളെപ്പോലെ ജീവിച്ചാൽ മതി എന്നാണ് പറഞ്ഞു. ബുദ്ധൻ്റെ കോടിക്കണക്കിന് പ്രതിമകൾ ഈ ലോകം മുഴുവനുണ്ട്. അജന്ത എല്ലോറ ഗുഹകൾ എന്നൊക്കെ പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അതിൻ്റെ മറ്റു രീതിയിൽ കണ്ടിട്ടുണ്ട്, കണ്ടവരെയും കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് താനൊക്കെ അത് പോയി കാണണം, അവിടുന്ന് പോരാൻ തോന്നില്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഏതു മനുഷ്യന് വേണ്ടിയാണോ ചെയ്തത്, അദ്ദേഹം നമ്മളിൽ നിന്നും അതെല്ലാം എടുത്തു കളഞ്ഞു. ഇങ്ങനെ വലിയ ട്രാജഡികൾ നമ്മുടെ ലോകത്ത് നടന്നു കഴിഞ്ഞു. ഇതിന് തിരിച്ച് വണ്ടിയും പിന്നോക്കം പോയിട്ട് ജംഗ്ഷനിൽ നിന്ന് തിരിയാനൊന്നും ഇനി സാധ്യമല്ല. നമുക്ക് ക്രോസ് കട്ടുമില്ല, നമ്മുടേത് ഈ മണലാരണ്യത്തിലേക്ക് പോവുക നിവൃത്തിയുള്ളൂ.
പൈസ ഉണ്ടാക്കണം എന്നുള്ളതല്ലാതെ എന്താണ് മനുഷ്യർക്ക് ഇവിടെ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ ഉത്തരം? ഇതെൻ്റെയും കൂടെ പ്രശ്നമാണ് ഞാനീ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയല്ല, ഞാൻ ആത്മകഥം പറയുകയാണ്. ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. മനുഷ്യൻ സന്തോഷിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു, അവൻ സുഖിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു, അവൻ ആഹ്ലാദിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു, ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താ? പിന്നെ ജീവിതത്തിനെ കുറിച്ച് വലിയ ആഴത്തിൽ ചിന്തിക്കണം. എന്താ ആഴം? ആഴമൊന്നുമില്ല. ഒരു ദിവസം ഒരു നായാത്ത് പോണമാരി വഴിയിൽ വീണും മരിക്കണം മനുഷ്യനെ കുറിച്ചാണ് ഈ പറഞ്ഞു നടക്കുന്നത്. ഇതൊക്കെ അങ്ങേയറ്റം അസംബന്ധമായ, സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബുൾഷിറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമ്മളെ വഴിതെറ്റിച്ച് പഴിഞ്ഞു. അത് എന്നോ പോയി, ഇപ്പോഴൊന്നും തുടങ്ങില്ല. ആയിരക്കണക്കിന് കൊല്ലമായി വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ ഒറ്റക്കാരേ ചോദിക്കണുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു മൃഗം ഒരാളെയും ആക്രമിക്കില്ല. ഇപ്പം പുലിമുരുകനൊക്കെ കണ്ടല്ലോ നമ്മൾ. പുലിമുരുകൻ തിന്നാനാണ് പിടിച്ച് ഇയാളെ പിടിക്കുന്നത്. വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു മൃഗവും ആക്രമിക്കില്ല. അതേപോലെ മനസ്സിന് സന്തോഷമുള്ള, ഉല്ലാസമുള്ള, ആഹ്ലാദമുള്ള ഒരു മനുഷ്യനും ഒരാളെയും ആക്രമിക്കില്ല. എന്തിനാണ് അയാൾ ആക്രമിക്കുന്നത്? നമ്മളിവിടെ സദാചാരത്തിൻ്റെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന ചിന്ത എന്നാണ് പറഞ്ഞത്. പലരും പറയുന്നുണ്ടാവും എളിയ ജീവിതവും ഉയർന്ന ചിന്ത. എന്തിനാ എളിയ ജീവിതവും ഉയർന്ന ചിന്ത? എളിയ ജീവിതവും എളിയ ചിന്തയും പോരെ, എന്തിനാ ഉയർന്ന ചിന്ത? വെറുതെ വിട്ടിത്തമാണ് ആ പറയുന്നത്. ഉയർന്ന ചിന്ത കൊണ്ട് എന്താ കാര്യമെന്ന്? നിങ്ങൾ വിമാനം കണ്ടുപിടിച്ചിട്ട് വഴി കൂടെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു വിട്ടിത്തമാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് തെറ്റ്, ഒന്നെങ്കിൽ വിമാനം കണ്ടുപിടിച്ചത് തെറ്റ്, അല്ലെങ്കിൽ വഴി നടക്കണത് തെറ്റ്. ഇത് ചിന്തിച്ചിട്ടില്ല ആളുകൾ. എനിക്കതിൽ വലിയ വിഷമമുണ്ട്. കാരണം ഇത് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് പോകുമായിരിക്കും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, എനിക്കതിൽ വിചാരമൊന്നുമില്ല. എളിയ ജീവിതം ഉയർന്ന ചിന്ത എന്നാ പറയുന്നത്. തിരിച്ച് പരിഹസിച്ചവരൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. ഞാനിപ്പോൾ ഇത് ഇന്ന് പറയാൻ തുടങ്ങിയില്ല, 30 കൊല്ലമായി വിഷയങ്ങൾ സംസാരിക്കുന്നു. എളിയ ജീവിതം ഉയർന്ന ചിന്ത. എന്തിനാ ഉയർന്ന ചിന്ത? എളിയ ജീവിതം എളിയ ചിന്ത മതി. ഇവിടെയുള്ള ആളുകളൊക്കെ പാവങ്ങളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയല്ലേ? അവർക്ക് അന്നത്തെ എന്തെങ്കിലും കഴിക്കണം, വൈകുന്നേരം അവൻ 2 കഴിച്ച് കിടന്ന് ഉറങ്ങണം, എത്രയല്ലേ ഉള്ളൂ. ഉയർന്ന ചിന്തയും ഉയർന്ന ജീവിതവുമാണ് വേണ്ടത്. ഇതങ്ങനെയല്ല. ഇത് ഉയർന്ന ചിന്ത ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയണം. ഇപ്പം എൻ്റെ നാട്ടിനടുത്താണ് ഈ ചോറ്റാനിക്കര എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇനി ചോറ്റാനിക്കരക്കാരും ഇല്ലല്ലോ അല്ലേ? അവിടെ 200-ലധികം സെക്സ് വർക്കേഴ്സും ഇത് 10-20 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയണം. അതിനടുത്ത കൂട്ടിക്കൊടുപ്പുകാരും അതിനടുത്ത ക്രിമിനലുകളും ഉള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാം സ്വാമിമാരെ കാണാം ഇങ്ങനെ താടിയൊക്കെ ഒഴിച്ചിട്ട്. വീട്ടിൽ വഴക്കിട്ട് വന്നിരിക്കുകയാണ്, അല്ലാണ്ട് അയാൾ വേറെ ദർശനമൊന്നും അല്ല. വീട്ടിൽ ഭാര്യയായിട്ട് വഴക്കാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഭാര്യയായിട്ട് ഇടികൂടി. പിന്നെ മൂപ്പര് വേദാന്തം പറയുകയാണ്. ആ വേദാന്തവും രസമുണ്ട്. 1ൻ്റെ ബലാബലം 2 കൊണ്ടറിയണം. അപ്പോൾ 2ൻ്റെതോ? 2ൻ്റെ ബലാബലം 3 കൊണ്ടറിയണം. പിന്നെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ 99,999ൻ്റെ ബലം എത്ര കൊണ്ടറിയണം? ഇതാണ് സ്ഥിതി. ഇങ്ങനത്തെ വ്യാജ ഫിലോസഫിയുമായിട്ട് നടക്കുന്ന ആളുകളാണ്. ഇത് പാവപ്പെട്ട മനുഷ്യരുടെ കാര്യം പറയണത്. ഇത് തന്നെയാണ് വലിയവനും ഒക്കെ പറയണത്. നമ്മൾ കരുതണമാർ ഇവരുടെ ഇലങ്ങും ഒന്നുമില്ല. എന്താ ഉള്ളത്? മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പറയാൻ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇവർക്ക് ഇതിവിടെയുള്ള ലോകത്തെക്കുറിച്ചല്ല, അപ്പുറത്തെ ലോകത്തെക്കുറിച്ചാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ വേറെ നിവൃത്തിയില്ലല്ലോ. ഇപ്പം ഞാൻ ഈ ആൾദൈവങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്തോ പോണവരെ ഞാൻ ആ മനുഷ്യരെയൊന്നും ബ്ലെയിം ചെയ്യുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ വേറെ അവരെ ആരുടെ അടുത്താ പോവുക? പണ്ട് കോളേജ് പ്രൊഫസർമാരുടെ അടുത്ത് പോകുമായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ പുസ്തകം ഉണ്ട്. ആരെങ്കിലും കോളേജ് പ്രൊഫസർമാരുണ്ടാവുമെന്ന് കരുതുന്നു. ഏതായാലും അവരുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവും. അത് ഇംഗ്ലീഷ് അവർ വരുത്തണതാണ്, നമുക്കിവിടെ കിട്ടില്ല എന്ന്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതിൽ നിന്നൊക്കെ ചില കണ്ണികളെടുത്ത് പറയും അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പലരുടെയും കൂടെയൊക്കെ നടന്നിട്ടുണ്ട്. സാറിനൊക്കെ നടന്നിട്ടുണ്ടാവും. അതായത് അപ്പോൾ ഈ വചനങ്ങൾ കേട്ട് നമ്മളിങ്ങനെ തൃപ്തി അടയും. അപ്പോൾ ഇത് വായിക്കാൻ തരില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ വായിച്ചാൽ നമുക്ക് വിവരം ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഗുണം കിട്ടി. ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ഈ സംഗതി പൊളിഞ്ഞു. ഒരു പുസ്തകവും ആവശ്യമില്ല ആർക്കും. നെറ്റിലടിച്ചു കൊടുത്താൽ ഈ സാധനത്തിൻ്റെ മാറ്റർ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇതൊക്കെ പുരോഹിതൻ തന്നെയാണ് പണ്ഡിതൻ. നമ്മുടെ നാട്ടിൽ പുരോഹിതൻ തന്നെയാണ് പണ്ഡിതൻ. ഇവരെല്ലാം അവരുടെ ആശങ്കകളും അവരുടെ സന്ദേഹങ്ങളും മറ്റുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക. ഞാൻ വേറൊരു രസകരമായ സംഭവം പറയാം. ഈ നമ്മുടെ ഒരു പരിപാടിക്ക് ഒരു ഷോ അങ്ങനെ നടത്തുകയാണ്. അപ്പോൾ സ്ലൈഡ് ഷോയാണ്.
ആളെ പറയുന്നില്ല, നിങ്ങളൊക്കെ അറിയുന്ന ആളുകളായതുകൊണ്ട് പിന്നെ പറയുന്നില്ല. അതിലൊരു പേഴ്സണലായിട്ട് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്നതും അല്ല ഇത്. അപ്പോൾ അതിൽ മറ്റേയാളുണ്ടല്ലോ, ഇറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി പറഞ്ഞ ആൾ എപ്പിക്യൂറസിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാൾ സാക്ഷാൽ കാറൽ മാർക്സാണ്. അദ്ദേഹം വളരെ വിശദമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പിക്യൂറിയന്മാർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു ലോകത്ത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വചനം ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്നാണ്. അപ്പം അതിന് മലയാള പരിഭാഷ കൊടുത്തത് തിന്നുക, കുടിക്കുക, സമാധാനമായിരിക്കുക എന്നാണ്. അപ്പം ഞാൻ ആദ്യം ഇത് ഇങ്ങനെ വിഴുങ്ങി, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്, നമ്മൾ പോയിട്ട് വെറുതെ വഴക്കാവുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. എന്നാലും കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ശരിയല്ലല്ലോ, അദ്ദേഹത്തെ ബോധ്യപ്പെടുമ്പോൾ ഞാനതിൻ്റെ ആളെ ഒരു ഒഴിവ് സമയം വന്നപ്പോൾ ചെന്നു. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ വരില്ല, ഞാൻ പോയി സംസാരിച്ചോന്നും പറഞ്ഞ് എന്നെ വിട്ടു. ഞാൻ പറഞ്ഞു, സാറ് ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഈ തിന്നുക, കുടിക്കുക, കൂത്താടുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അത് സാറ് സമാധാനമായിരിക്കുക എന്ന് പറഞ്ഞു. സമാധാനമായിരിക്കുന്നതും കൂത്താടുന്നതും രണ്ടാണല്ലോ സാറിന്. അതൊരു ക്ലീഷ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. സത്യത്തിൽ അതായിരുന്നില്ല, അദ്ദേഹത്തിന് അത് പറയാനാവുന്നില്ല. നിങ്ങൾ ഉല്ലസിക്കൂ എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. ബോംബ് വെച്ച് പോയിട്ട് പാർലമെൻറ്റിനകത്ത് കയറി പൊട്ടാൻ തയ്യാറാണ് ആളുകൾ. വിചാരണ ചെയ്ത് വഴിയിലിട്ട് വെട്ടിക്കൊല്ലാൻ തയ്യാറാണ്. നമ്മളിരിക്കുന്ന ആർക്കും ആത്മഹത്യ ചെയ്യാൻ ധൈര്യമുണ്ട്. പക്ഷേ നമുക്ക് ഒരു ഉല്ലസിക്കാൻ ധൈര്യമില്ല. നമ്മൾ ഉല്ലസിച്ചിട്ടില്ല. ചെറിയ കുട്ടികളായിരിക്കും എന്താ കളിച്ചെങ്കിൽ കളിച്ചു, അത്ര തന്നെ. പ്രായമായ പിന്നെ സാധനം ഇതൊക്കെ കാരണമുണ്ട്. അത് ഞാനിപ്പോൾ ഈ സദസ്സിൽ പറയുന്നില്ല. അതിന് വേറെ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇങ്ങനെ അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം തർക്കിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല സാർ, അത് രണ്ട് രാഷ്ട്രീയ നിലപാടാണ്. അങ്ങനെയല്ല, സമാധാനമുണ്ടെങ്കിലേ ഉല്ലാസമുള്ളൂ, അത് ഞാൻ അംഗീകരിച്ചു. പക്ഷെ സമാധാനമല്ല ഉല്ലാസം, അത് കൂത്താടലാണ്, അത് ആഹ്ലാദം ആണ്, അത് വേറൊരു വിഷയമാണ്. അത് സാറ് അതിനെ ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് എന്നോട് അത്ര ഒരു താല്പര്യം കാണിച്ചില്ല. കാരണം നമുക്കൊരു അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തല്ലോ, അതുകൊണ്ട് പിന്നെ എന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ കേട്ടോ, പേടിക്കണ്ട. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകില്ല. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ശരി നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെത് മാറ്റി വെച്ച് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറാണ്. എനിക്കത്ര ഇതിനകത്ത് ആവശ്യമുള്ളൂ. പക്ഷേ ഈ മാറ്റർ നമുക്ക് അവിടെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു 2-3 സന്ദർഭങ്ങളിലായിട്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ വരുന്നത്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം RVG മേനോൻ, ഞാനത് പൂർണ്ണമായും വായിച്ചില്ല, RVG മേനോൻ വല്ലാണ്ട് വിഷമിച്ച് പറഞ്ഞു, നമ്മുടെ ആളുകൾക്കൊക്കെ പ്രൊഫഷണലായ, അതായത് ഡോക്ടറെ ക്ഷമിക്കണം കേട്ടോ, ഡോക്ടറെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, ഡോക്ടർമാരും എൻജിനീയർമാരും ആക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ ഇത്രയും കാലം ഈ കരിക്കുലം കമ്മിറ്റി നിർണയത്തിന് നിന്നിട്ട് എന്താ ചെയ്തത്? ഈ കലാവിഷയങ്ങൾ സ്കൂളുകളിൽ നിന്നും ഇല്ലാണ്ടാക്കുന്നതിന് 1969 മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ബ്ലാങ്കറ്റ് ബാൻ എന്നാണ് അതിനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ആദ്യം മനസ്സിലായില്ല ഇതെന്താന്ന്. അതായത് സമ്പൂർണ്ണ നിരോധനമാണെന്ന് പിന്നീടാണ് അറിയുന്നത്, എൻ്റെ ജോലി പോയപ്പോഴാണ് അറിയുന്നത്. ഇതൊക്കെ നിരോധിച്ചു കഴിഞ്ഞു, ഇതൊന്നും ഇല്ല. എന്നിട്ട് ഇപ്പോൾ വിഷമിക്കായിരുന്നു ഇതിന് അന്തസ്സില്ലാന്ന്. എന്താ അന്തസ്സില്ലാത്തത്? കലാവിഷയത്തിൽ ഞാൻ ഒരു പാട്ടുകാരനാണ് എന്ന് പറയാൻ എന്താണ് അയാൾക്ക് ധൈര്യമില്ലാത്തത്? എന്താണ് അയാൾക്ക് ആദരവ് കൊടുക്കാത്തത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതിനൊന്നും സ്പേസ് ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ശ്രീനിവാസൻ്റെ സിനിമ പറഞ്ഞ മാതിരി കല്യാണം, പാലുകാച്ചൽ, പിന്നെ പാലുകാച്ചൽ, വീണ്ടും കല്യാണം. അതായത് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു, അവർ വീട് വെച്ചു, പാലുകാച്ചി. ഞാൻ കല്യാണം കഴിച്ചു, വീട് വെച്ചു, പാലുകാച്ചി. ഞാൻ പിന്നെ എൻ്റെ മക്കൾ കല്യാണം കഴിക്കുന്നു, അവർ വീട് വയ്ക്കുന്നു, പാലുകാച്ചുന്നു. ഇത് ഈ സീസൺ 1, 2, 3, 4 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തലമുറകളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്നും ഉണ്ടാക്കി പറയുന്നതല്ലല്ലോ, നിങ്ങൾക്ക് അനുഭവമുള്ള, എനിക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അല്ലാതെ നമ്മളെ പറ്റിക്കുന്നത് എന്താണ് ഇവർ? അവർ പറയും, അങ്ങോട്ട് നോക്കൂ, എന്താണ് ഇപ്പോൾ മധ്യേഷ്യയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ എന്താണ് അതിനൊരു സിമ്പലുണ്ടല്ലോ, കഴുകൻ, ഒരു അമേരിക്കൻ ഒരു കഴുകനാണത്. ഈ കഴുകനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത്രയും സന്ദർഭത്തിൽ ആയതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. ഇവിടെ 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, ഞാൻ നമ്മുടെ വിഷയത്തിൽ നിന്ന് പോണില്ല കേട്ടോ, ഞാനത് എനിക്ക് ഓർമ്മയുണ്ടത്. ചുംബന സമരം നടന്നു. ഇപ്പോൾ ഇവിടെ പല ആളുകളും അതിൻ്റെ വക്താക്കളൊക്കെ ഉണ്ട്. ചുംബന സമരത്തെ നേരിടാമെന്ന് ആരൊക്കെയാണ്? ഒന്ന് ഇവിടുത്തെ ഹിന്ദുത്വ വിഭാഗങ്ങൾ, മറ്റൊന്ന് മുസ്ലിം
സംഘടനകൾ, കോൺഗ്രസിൻ്റെ സംഘടന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം അതിനകത്ത് ഇടപെടാണ്ട് മാറി നിന്നു. ഒരു അഭിപ്രായമൊക്കെ ഇങ്ങനെ രാജേഷ് പറഞ്ഞതല്ലാണ്ട് പാർട്ടി സെക്രട്ടറി തിരുത്തുകയും ചെയ്തു കേട്ടോ, അങ്ങനെ എന്നല്ല എന്നും പറഞ്ഞു. ഇവർ തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമാണെന്നാണല്ലോ നമ്മൾ പറയണേ. അതായത് പരസ്പരം കൊല്ലാൻ നടക്കുകയാണ് ഹിന്ദു വർഗീയവാദികളും മുസ്ലാം വർഗീയവാദികളും എന്നാണ് പൊതുവേ ഉള്ള ധാരണ. അങ്ങനെ തന്നെയാണ് തന്നെ. അവിടെ വന്നപ്പോൾ ഇവർക്ക് എന്താ ഐക്യം വന്നേ? ഒന്ന്. രണ്ടാമത് മദ്യനിരോധനം നടത്തി. BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മദ്യനിരോധനത്തിനോട് തത്വത്തിൽ മദ്യത്തിനെതിരാണ്. അല്ലാണ്ട് മദ്യനിരോധനം പാടില്ല എന്നേ ഉള്ളൂ. മദ്യം ഒഴിവാക്കണം എന്നുള്ള ആശങ്ക തന്നെ മദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നെ ഫെമിനിസ്റ്റ് സംഘടനകൾ, ദളിത് സംഘടനകൾ, പരിസ്ഥിതി ഗ്രൂപ്പുകൾ, യുക്തിവാദി പ്രസ്ഥാനങ്ങൾ, പിന്നെ വേറെ ഇനി സംഘടനകളില്ല. എല്ലാ സംഘടനയും മദ്യത്തിനെതിരാണ്. അപ്പോൾ പിന്നെ ഈ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കഴിക്കണവർ? ഇവരെല്ലാം അവിടെ വന്നു ഒന്നിച്ചായി. അതെന്താ? ഒരൊറ്റ ആൾ പോലും, ഇവരെല്ലാം കഴിക്കും, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ കഴിക്കണവരുണ്ടാവും. ഒരൊറ്റ ആൾ പോലും മനുഷ്യൻ ഇതിനകത്ത് കഴിക്കാനുള്ളൊരു അവകാശമുണ്ട്, പക്ഷേ ആരുടെ മേത്ത് കുതിര കയറാൻ അവകാശമില്ല, അത് നമ്മളും അംഗീകരിച്ചു. എന്തുകൊണ്ട് ഇത് മനുഷ്യൻ്റെ ഒരു ആവശ്യമാണെന്ന് പറയാൻ ധൈര്യം ഉണ്ടായില്ല? ഒരാൾ പറഞ്ഞു, മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു, ഞാൻ വല്ലപ്പോഴൊക്കെ ഇത്തിരി കഴിക്കാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവരുടെ പാർട്ടി തിരുത്തി അത് പാർട്ടിയുടെ നയമല്ല, അയാളുടെ പേഴ്സണലാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് നമ്മുടെ സിനിമയിലെ പഴയ ബാലേട്ടനാണ് ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു. ഈ രണ്ടു പേർക്ക് ധൈര്യം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്ത് അക്രമം ചെയ്യാൻ ധൈര്യമാണ്, ഇതൊക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷേ പബ്ലിക്കായിട്ട് പറയാൻ ധൈര്യമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളെ ചൂണ്ടിക്കാണിച്ചു വരുന്നത് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിലാണ്. നിത്യജീവിതത്തിലില്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. എവിടെയാ ഉള്ളത്? ഇനി ഉണ്ടായിട്ടെന്താ കാര്യം? ഇപ്പം മനുഷ്യൻ ചന്ദ്രനിൽ പോയി, അത് ശരിയാണ്, മനുഷ്യവംശം എന്നുള്ളത്. പക്ഷെ നമ്മളാരും പോകണില്ലല്ലോ, നമുക്ക് പോകാനും പറ്റില്ല. ബിൽഗേറ്റ് ശൂന്യാകാശത്ത് പോയിട്ട് സമ്മർ സാൾട്ട് അടിച്ച് നടക്കണുണ്ടാവും. നമുക്ക് അതിനെക്കുറിച്ച് സങ്കല്പിക്കാനേ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ 10, 50 അല്ലെങ്കിൽ 70 വർഷം വരുന്ന ഈ ജീവിതമാണ് നമ്മളെ സംബന്ധിച്ച് റിയാലിറ്റി. ആ റിയൽ ലൈഫിലാണ് ഇതൊന്നും ഇല്ലാത്തത്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മളിനി ഒരു വിഷയത്തിലേക്ക് വരികയാണ്. ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ എല്ലാ അഭിപ്രായങ്ങളെയും സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ജനാധിപത്യത്തിൽ എല്ലാവരുടെയും നികുതി പണത്തിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം നടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ നിലവാരമില്ലാത്തതായിരിക്കാം, മറ്റ് പല തകരാറുകളുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് പൊതുധാരകളുമുണ്ട്, മൈനോറിറ്റി വിഭാഗങ്ങളുമുണ്ട് ഈ നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ പൊതുധാര എന്ന് പറയുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളല്ല. ഇതൊരു പൊതുധാരയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സന്ദർഭവശാൽ ആരെങ്കിലും വന്നിട്ടുണ്ടാവാം. പൊതുധാര എന്ന് പറയുന്നതിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പൾസ് അറിയില്ല. നമ്മൾ പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്നു, പ്രത്യേക ബന്ധങ്ങൾ നിലനിർത്തുന്നു, പ്രത്യേക ആശയങ്ങൾ സ്വീകരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. പിന്നെ അത് ഇതിനോട് ബന്ധമുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അവരെന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അവരുടെ ജീവിതം നാം പരിഗണിക്കുന്നുമില്ല. പക്ഷേ ഈ സാങ്കേതികവിദ്യ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഈ വലിയ മെയിൻ വീലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഫ്രീ വീലുകളുണ്ട്. മെയിനായിട്ടുള്ള തിരിയുന്ന ചക്രം, യന്ത്രത്തിൻ്റെ മെയിൻ ഭാഗത്ത് തിരിയുന്ന ചക്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ ചെറിയ ചക്രങ്ങളുണ്ട്. ഈ യന്ത്രം തിരിയുമ്പോൾ ഈ ചെറിയ ചക്രം ആദ്യ സ്പീഡിൽ കറങ്ങും. പക്ഷേ ആ ചെറിയ ചക്രം തിരിച്ചു കറങ്ങിയാൽ ഈ യന്ത്രം കറങ്ങില്ല. അത് ഒരു സാങ്കേതിക പ്രശ്നമാണ്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിന്തകളൊന്നും തിരിച്ച് സമൂഹത്തെ ഒന്നും ആ രൂപത്തിൽ സ്വാധീനിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു തിരിയലിൽ പെട്ട് തന്നെയാണ് നമ്മളെല്ലാം പോകുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഞാൻ വിശദമായിട്ട് പോകുന്നത് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതുകൊണ്ട് ഞാൻ ഇതാകുന്നില്ല. നമ്മുടേത് ഇനി ആ പ്രധാനപ്പെട്ടൊരു വിഷയത്തിലേക്ക് വരികയാണ്. നമ്മുടേത് ഒരു ജാതി സമൂഹമാണ്. ഇത് പറയാൻ പൊതുവേ ആളുകൾ മടിക്കുന്നവരാണ്.
അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു കീഴ്മേൽ ബന്ധങ്ങളുള്ള ഒരു അപ്പർ ലോവർ ഒരു പ്രത്യേക സിസ്റ്റമാണ്. അതിപ്പോൾ ഇവിടെ ഉള്ളതല്ല, ഇവിടെ മാത്രം ഉള്ളതുമല്ല, പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുള്ളതായിട്ട് അത്ര കേട്ടിട്ടില്ല. ഏതായാലും ശ്രീലങ്ക, നമ്മുടെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നിടത്തെല്ലാം ഈ സംഗതികളുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ജാതി രാഷ്ട്രീയമുണ്ട്, വലിയ സംഘടനകളുണ്ട്, വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മളൊന്നും വിചാരിച്ചിട്ട് നമുക്കതിനകത്ത് ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കലയ്ക്ക് വേണ്ടി ഒരു ജാതിയില്ല. മറ്റ് പ്രൊഫഷൻസ് എല്ലാം ജാതി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റവൻ കന്നുകാലികളെ വളർത്തണം, അല്ലെങ്കിൽ ഇയാൾ കച്ചവടം ചെയ്യണം, മറ്റവൻ യുദ്ധം ചെയ്യണം, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നീ കുട്ട ഉണ്ടാക്കണം, വട്ടി ഉണ്ടാക്കണം, അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ സാങ്കേതിക എൻ്റെ ഇതിലേക്കൊന്നും പോകുന്നില്ല, നൈതിക പ്രശ്നത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ ആകെ കൂടെ ഉള്ളത് സംഗീതത്തിന് ഒരു വിഭാഗമുണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം അത് അങ്ങനെയല്ല നമ്മളതിനെ കാണുന്നത്. സംഗീതത്തിനൊരു സമുദായം ഉണ്ട്, അവരതുകൊണ്ട് ഉപജീവനം നയിച്ചു കൊള്ളണം എന്നാണ്. ഇല്ലെങ്കിൽ അവർ വേറെയും ചില തൊഴിൽ സബ്ബായിട്ടുണ്ട്, അതാണ് ആകെ ഉള്ളത്. പക്ഷേ നൃത്തത്തിന് ഒരു ജാതിയില്ല. അതെന്തുകൊണ്ടാണ്? നൃത്തമില്ല. പിന്നെ നൃത്തം ചെയ്യുന്ന വിഭാഗം എന്ന് പറയുന്നത് അങ്ങനെ 2-3 വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ തേർഡ് ജെൻഡറിലൊക്കെ പെട്ട ആൾക്കാരാണ് നോർത്ത് ഇന്ത്യയിൽ. അത് കേരളത്തിലില്ല. നോർത്ത് ഇന്ത്യയിൽ തേർഡ് ജെൻഡറിനെയൊക്കെയാണ് അവർ പലപ്പോഴും നൃത്തത്തിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത്. അവരെല്ലാം സമൂഹ ഭ്രഷ്ടരാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ദേവദാസി വിഭാഗം എന്ന് പറയുന്നത് സമൂഹ ഭ്രഷ്ടരാണ്. അവർക്ക് സമൂഹവുമായിട്ട് ബന്ധമില്ല. അവർ അമ്പലത്തിനോട് ചേർന്നൊക്കെ കഴിഞ്ഞു കൂടുന്നു എന്നുള്ളതല്ലാണ്ട് അവർ സാമൂഹ്യ ബന്ധമുള്ളവരല്ല. അവർക്ക് അന്തസ്സുമില്ല. അതാണ് പ്രശ്നം. നമ്മളെ ഏത് പണി ചെയ്യുമ്പോഴും അതിന് തൊഴിലിന് ഒരു അന്തസ്സുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഐഡൻറ്റിറ്റിക്ക് ഒരു അന്തസ്സുണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഒരു പണിയെടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവരെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ജാതി ഘടനയിലില്ല. പിന്നെ ജാതിയിൽ വന്നിട്ടുള്ളത്, അതേസമയം ശ്രദ്ധിച്ചോളൂ, എല്ലാ ഗോത്രങ്ങൾക്കും കലയുണ്ട്. നമ്മുടെ കുറിച്യ, പണിയ, എല്ലാ കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്കെല്ലാം കലയുണ്ട്. അവരെല്ലാം തന്നെ അതിനൊരു പ്രത്യേക ഒരാളെ ട്രെയിൻ ചെയ്യിക്കുകയല്ല. ഇപ്പം നമ്മളുടെ കല എന്ന് പറയുമ്പോൾ നമ്മളെന്താ, ഇപ്പോൾ നൃത്തം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മുമ്പിലൊരു മോഹിനിയാട്ടം, അല്ലെങ്കിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, പിന്നെ ഒരു നാടോടി നൃത്തം അതുകൊണ്ട്. അപ്പോൾ നമ്മൾ സ്കൂൾ യുവനോത്സവത്തിലൊക്കെ കാണാം. ഇതെല്ലാം സിംഗിൾ ഐറ്റമാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിൽ പോലും അത് സ്റ്റേജ് ഷോയാണ്. അതൊരു പ്രോഗ്രാം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് സ്വയം നൃത്തം ചെയ്ത് രസിക്കുന്ന ഒരു പരിപാടിയില്ല. നമ്മുടെ എല്ലാം തന്നെ ഇപ്പോൾ യേശുദാസ് ആദ്യം പാടിയത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ യേശുദാസ് ആദ്യം പാടിയത് യേശുദാസിന് വേണ്ടി തന്നെ ആയിരിക്കും, ആവണമല്ലോ. പിന്നീടാണ് യേശുദാസ് മറ്റുള്ളവർക്ക് വേണ്ടി പാടുകയോ അതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പം നമ്മൾക്ക് നൃത്തം ചെയ്യൽ നമ്മുടെ ഐറ്റത്തിലില്ല. അതേസമയം ആദിവാസികളിലതുണ്ട്. അവിടെ കുട്ടികളെ അവരതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ഉണ്ടാവാൻ കേട്ടോ, എവിടെയെങ്കിലും ചില ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവായിരിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതില്ല. കുട്ടികൾ നൃത്തം ചെയ്യുന്നില്ല, അവർ കളിക്കുകയാണ് ചെയ്യുന്നത്. വലിയവരാണ് നൃത്തം ചെയ്യുന്നത്. കുട്ടികൾ നൃത്തം ചെയ്യിക്കുകയും വലിയവർ ബലം പിടിച്ചിരിക്കുകയും ചെയ്യും. നമ്മൾ കസേരയിൽ ചാരിയിരിക്കുക, ബലമാണല്ലോ പ്രധാനമായിട്ട്. അപ്പം നമ്മുടെ നൃത്തം എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ ശരീര അവയവങ്ങൾ സ്വേച്ഛാപ്രകാരം സന്തോഷകരമായി അനുഭൂതിക്ക് വേണ്ടി സ്വതന്ത്രമായി ചലിപ്പിക്കുന്നതാണ് നൃത്തം. ഒരു മിനിറ്റ് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ സ്വന്തം ശരീരം ചലിപ്പിക്കാതെ ആക്കിയത് സത്യത്തിൽ ഈ ചലന സ്വാതന്ത്ര്യമില്ലായ്മയുടെ വേറൊരു പേരാണ് അടിമത്തം എന്ന് പറയും. അടിമയ്ക്ക് ചലന സ്വാതന്ത്ര്യമില്ലല്ലോ, അവനെ ചെയിനിലിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവനൊരു പ്രത്യേക സ്ഥലം അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വഴി അനുവദിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് അയാൾക്ക് പോകാനാവില്ല. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു അടിമത്തത്തിലാണ്. ഒരു സ്ഥലത്തൊരാൾ വെറുതെ എങ്ങനെ കയ്യൊക്കെ ഇളക്കിയിട്ട് ഡാൻസ് കളിക്കണമെങ്കിൽ ഉറപ്പിക്കാം അയാൾക്ക് മാനസിക രോഗം വന്നിട്ടുണ്ടാവും എന്നാണ്. അല്ലാതെ നമ്മളെങ്ങനെ അതിനെ കണക്കാക്കുക?
അപ്പോൾ ഒരുവന് നൃത്തം ചെയ്യണമെങ്കിൽ അയാൾക്ക് മാനസിക രോഗം വരണം എന്നുള്ളതാണ് നമ്മുടെ നിർഭാഗ്യകരമായ സ്ഥിതി. ഒരു സ്ത്രീക്ക് ഉച്ചത്തിൽ പാട്ട് പാടണമെന്ന് തോന്നിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിൽ വേണ്ട, കാരണം അടുത്ത വീട്ടിലാണല്ലോ നമ്മൾക്ക് ശ്രദ്ധയുള്ളൂ. അടുത്ത വീട്ടിലൊരു സ്ത്രീ ഉച്ചത്തിൽ പാട്ട് പാടിയാൽ നമ്മൾ എന്താ കരുതുക? പിടുത്തം വിട്ടോട്ടോ എന്ന് പറയും. അപ്പം ശബ്ദമുണ്ടാക്കാനും ചലിപ്പിക്കാനും പോലും സാധ്യമല്ലാത്ത രീതിയിൽ നമ്മൾ അടിമകളാണ്. ഞാനും അതെ കേട്ടോ, ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടല്ല സംസാരിക്കുന്നത്. ഇതിന് വെള്ളക്കാരൻ വന്നിട്ടുണ്ടാക്കിയൊന്നും അല്ലേ. ഇവിടെ അങ്ങനെയൊക്കെ ഒരു പരിപാടിയുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് വന്നാണ്, എല്ലാം അവർ കൊണ്ടുവന്ന് അടിച്ചേപ്പിച്ച ഒന്നുമല്ല. അവർക്ക് ഇതിനൊക്കെയാണ് അവരിവിടെ വന്നത് തന്നെ. അപ്പോൾ ഇവരിതിന് പറ്റിയതല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ അവർ അതിനൊന്നും നിന്നില്ല. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹമുണ്ട്, അത് ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. ഏറ്റവും കൂടുതൽ അപഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ആംഗ്ലോ ഇന്ത്യൻസ്. അവർ മുഴുവൻ വ്യഭിചാരം എന്നാണ് പറഞ്ഞത്. വെറുതെ പറയുകയാണ്, അവർ മഹാപാവങ്ങളായ മനുഷ്യരാണ്. എനിക്കൊരുപാട് പേര് പരിചയമുണ്ട്. പിന്നെ നമ്മളുടെ റെസ്ട്രിക്ഷനൊന്നുമില്ല അവർക്ക്. ഒരുത്തൻ്റെ കൂടെ ക്ലബ്ബിൽ ഡാൻസ് ചെയ്താൽ ആ പെണ്ണ് പഴിച്ചു പോയി എന്നൊന്നും ആരും കരുതുന്നില്ല. ഒന്നെങ്കിൽ ഇവൻ കല്യാണം കഴിക്കില്ല, വേറെ ആരും കല്യാണം കഴിക്കും. അതിന് അവർക്ക് പ്രശ്നമല്ല, അവർ ചുംബിക്കും. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം നമ്മുടെ സ്ഥിതിയൊക്കെ ഇപ്പോൾ അറിയാമല്ലോ. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, ഇവിടുത്തെ സ്ഥിതിയൊന്നും ഇനി പറയണ്ടല്ലോ. ഇതാണ് സ്ഥിതി. എന്നിട്ട് ഇതെല്ലാം അവരുണ്ടാക്കിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. അതാണ് ഇതിനകത്തെ പ്രശ്നം. നമ്മളെ വേറെ ആരും പറ്റിക്കുന്നില്ല, നമ്മളെ തന്നെയാണ് പറ്റിക്കുന്നത്. അപ്പോൾ അങ്ങനെ കലയെ ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ സ്റ്റുഡൻറ്റ് ചോദിച്ചത്, ഞാനിനി എവിടെ പോയി പാടും സാറെന്ന് ചോദിച്ചു. ആ കുട്ടി കല്യാണം കഴിച്ചു പോയി, പാട്ടൊക്കെ നിന്നു, വിളിച്ചിരുന്നു തന്നെ. ഞാൻ പറഞ്ഞാൽ ഹാർമോണിയെങ്കിലും എടുത്തു വെച്ച് നീ കുറച്ച് നേരം വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അല്ലാണ്ട് എന്താ പറയും. ഇനി അടുത്തത് ഈ സീസൺ 2 മറ്റേത് കല്യാണം, ഇനി പാലുകാച്ചലിലേക്ക് പോവാണ്. എന്നിട്ട് ഇത് മഹത്തായ ജീവിതമാണെന്ന് നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പൂർണ്ണമായും അടിമത്തത്തിലാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാവാത്തത്. ഇപ്പം ഞാനീ പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്കറിയാത്തതല്ല. എനിക്കത് അക്കാര്യത്തിൽ പൂർണ്ണ ഉറപ്പുണ്ട്. നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കിതിങ്ങനെ പറയുമ്പോൾ കേട്ടിരിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ഒരു വലിയ ട്രാപ്പിലാണ്. ഇത് അനുവദിക്കില്ല കേട്ടോ. ഏറ്റവും വലിയ പീഡനവും റെസ്ട്രിക്ഷൻസും വയ്ക്കുന്ന സ്ഥലം വിദ്യാലയമാണ്. അത് നിങ്ങൾക്കറിയില്ല. ഞാൻ അധ്യാപകരാരെങ്കിലുമൊക്കെ ഉണ്ടാവും. അനങ്ങാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ 2 ദിവസമാണ് കലാവിദ്യാഭ്യാസം. 2 ദിവസം. ഇവിടെ 1 പീരീഡാണ് ആഴ്ചയിൽ. 45 മിനിറ്റ്. അവിടെ 2 ദിവസം. അവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. നമ്മളെക്കാളൊക്കെ എത്രയോ മികച്ച അവസ്ഥയിലാണ് അവിടുത്തെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇപ്പം RVG മേനോനെ പോലുള്ള ആളുകളൊക്കെ ദുഃഖിക്കുകയാണ്. ആളുകൾ മുഴുവൻ മറ്റേതിൻ്റെ പിന്നാലെ പോകുന്നത്. ഇവരൊക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ കാരണം. അവരുടെ പങ്ക് അവർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറയുന്നവനെ പരിഹസിച്ചിരുന്നു. പാട്ട് പഠിക്കാൻ പോകണം, വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കണം. വേറെ പണി കിട്ടിയിട്ടെന്ന് എടുക്കാനേ? കാശ് മേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? കാശ് മേടിച്ചിട്ട് ഒരു രക്ഷിതാവിന് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നത് 50 പവനാണെങ്കിൽ ആ സ്ത്രീയും അവരുടെ ഭർത്താവും കൂടെ ചേർന്ന് അത് 101 പവനായിട്ട് അവരുടെ മക്കൾക്ക് കൊടുക്കും. ആ മക്കൾ ആ 101 പവൻ മേടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ മക്കൾക്ക് അത് 200 കൊടുക്കും. ഇതിങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവരാരും ജീവിതത്തിൽ സുഖിക്കുകയോ സന്തോഷിക്കുകയോ ഉല്ലസിക്കുകയോ ഒന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചില്ലറ എന്തെങ്കിലും ചെറിയ ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ ഭാഗ്യം. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉള്ളത് കൊണ്ട് നന്നായി ജീവിക്കാൻ അറിയില്ലല്ലോ. നമ്മൾ കലയെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് പോവാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഇല്ലാത്തൊരു കലയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് യുക്തിവാദ സംഘത്തിലില്ലാത്തത്. അല്ലാണ്ട് യുക്തിവാദ സംഘത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല. അവർക്ക് ഇതിനോടൊന്നും വിരോധമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് പറയണ ഒരാൾ വേണ്ടേ? അപ്പം നമ്മുടെ വിഷയത്തേക്ക് ഞാൻ ഇത് ചുരുക്കുകയാണ്, ഞാൻ വല്ലാണ്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ മതാധിഷ്ഠിതമായ കല എന്ന് പറഞ്ഞാൽ എല്ലാം, അതായത് സംഗീതം, അതിൻ്റെ സാഹിത്യം, ഡാൻസുകൾ, ചിത്രരചന. ധൂളി ചിത്രരചനയാണ് നമ്മളുടെ പരമ്പരാഗതമായ കേരളത്തിലുള്ളത്. ഈ മണ്ണ്, അതായത് അറിയാലോ, പൊടി കൊണ്ട് കളം വരയ്ക്കൽ ആണ് ഉള്ളത്. കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ ധാരാളം ഉള്ള സംഭവമാണ്. പക്ഷേ അതെന്താണ്? അത് താൽക്കാലികമാണ്. അത് കഴിഞ്ഞാൽ അത് ദൂത്തിക്കളയും. പിന്നെ ഉള്ളത് ക്ഷേത്രങ്ങളുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വരച്ചിട്ടുണ്ട്.
അതൊക്കെ വളരെ പിൽക്കാലത്ത് നടന്നതാണ്. അതൊന്നും കേരളത്തിൻ്റെ തനതുമല്ല, അതൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ചെയ്യിച്ചതാണ് അതൊക്കെ. എങ്കിലും ആകട്ടെ, അതങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് ക്രിസ്ത്യൻ പള്ളികളിലും ഒക്കെ അതുണ്ട്, വേറെ ഒന്നുമില്ല. മുസ്ലിം പള്ളികളിൽ പിന്നെ പൊതുവെ ഈ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ചിത്രകല, സംഗീതം, ഡാൻസ്, നാടകം, ഇത്രയും കാര്യങ്ങളിലൊക്കെ, നാടകം എന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ കഥകളിയാണ് ഉദ്ദേശിച്ചത്, കഥകളി നാടകവും കൂടെയാണ്. അതെല്ലാം തന്നെ നമ്മുടെ പൗരാണിക കലകളും നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും, അതിൽ ക്രിസ്തുമത വിഭാഗത്തിൻ്റെതും ഉണ്ട് കേട്ടോ. ഈ മാർഗം കളി, പിന്നെ ഒപ്പന, മുസ്ലിം സമുദായത്തിൻ്റെ ഒപ്പന, അതൊക്കെ അതാണ് പിന്നെ അഡീഷണലായിട്ട് വന്നത്. അതും ഈ മതത്തിൻ്റെ ഒരു കസ്റ്റഡിയിലാണ് അതെല്ലാം നടക്കുന്നത്. അതിന് പുറത്തു വന്ന രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് നാടകങ്ങൾ സാമൂഹ്യ നാടകങ്ങൾ എന്നുള്ള പേരിൽ 1920 ആയിട്ട് തുടങ്ങി വെച്ച് ആ ഘട്ടത്തിലാണ് കേരളത്തിൽ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ രംഗത്തേക്ക് എന്ന് പറയുന്ന അതുണ്ടായത് നാടകമാണ്. അപ്പോൾ ആ നാടകത്തെക്കുറിച്ചൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു ഇല്ലത്ത് ചെന്നപ്പോൾ, അത് രേഖപ്പെടുത്തപ്പെട്ടതായി അറിവില്ല, പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ അവിടെ ഉണ്ണി നമ്പൂതിരിമാർ ചെറുപ്പക്കാരായ ഒരു നാടകം കൊണ്ടുവന്നു. പക്ഷേ അപ്പം അന്തർജനങ്ങൾക്കും ഇത് കാണണമെന്നുണ്ട്. പക്ഷേ അവിടുത്തെ യാഥാസ്ഥിതികരായ അവിടുത്തെ ഉയർന്ന പ്രായം കൂടിയവർ സമ്മതിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? മറവച്ചിട്ട് ഓരോ തുളയിട്ട് കൊടുത്തു കാണാനായിട്ട്. അപ്പോൾ ഇവരാരും കാണില്ല, പർദ്ദയുടെ വലിയ രൂപം. അപ്പോൾ ഇങ്ങനെ അവിടെ ഇരുന്ന് കാണാം, ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഇരിക്കാം. ഇപ്പോൾ കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്, അടുത്ത അല്ലത്തൊന്നുമൊക്കെ വന്നിട്ടുണ്ട്. തൃശ്ശൂരാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ ചെറുപ്പക്കാർ പ്രശ്നം ഉണ്ടാക്കി, ഇത് ശരിയല്ല, നമ്മൾ ഇവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാടകം നടത്തുന്നത് തന്നെ, പിന്നെ അവരെ അടച്ചിട്ടിട്ട് ഈ നാടകം നടത്തുന്നത് ശരിയല്ല, നമ്മൾ ഇത് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ അതിൻ്റെ ഫലം നോക്കിക്കോളൂ, നമ്മൾ ബഹിഷ്കരിച്ച് പോയാൽ അവരാണ് ജയിക്കുക, അതുകൊണ്ട് അവർ തുളയെ കൂടെയാണ് കാണുന്നതെങ്കിൽ തുളയെ കൂടെ കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നാടകം തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ കാണാനുള്ള ആവേശം കൊണ്ട് ഓരോരുത്തരെയും തള്ളി മാറ്റുമല്ലോ. അങ്ങനെ വന്ന് ഇത് പൊളിച്ച് പറിച്ച് കളഞ്ഞ് അവസാന രംഗമൊക്കെ ആയപ്പോഴേക്ക് ഇവർ മറച്ചിരുന്ന മറ പൊളിഞ്ഞിട്ട് ഈ ആളുകൾ മുഴുവൻ പുറത്തു പോകും. പിന്നെ ആർക്കൊന്നും ചെയ്യാനില്ല, കാരണം നാടകമാണല്ലോ. ഇത് കഴിഞ്ഞ് അവിടുന്ന് പോരുമ്പോൾ വീട്ടിൽ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ ഞാനത് നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലായോ? നമ്മൾ ഉദ്ദേശിച്ച ഫലം അവിടെ ഉണ്ടായി. അപ്പം ഇത് പൊതുവേ നമ്മുടെ ഇടയിലൊന്നും ആരും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യമാണ്. എനിക്ക് വളരെ സ്വകാര്യമായി കിട്ടിയൊരു അറിവാണ്. ഇനി ചിലപ്പോൾ നുണയായിരിക്കാം, ഇപ്പോൾ എനിക്കതിൻ്റെ ആധികാരികതയൊന്നും പറയാനില്ല. എന്തായാലും ഇങ്ങനെ നാടകരംഗമാണ് കേരളത്തിലെ ജനകീയ അടിത്തറയിലും മതേതരമായും വന്നിട്ടുള്ളത്. അതേസമയം പാശ്ചാത്യ നാടുകളിൽ അതുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ 2 തരം നൃത്തമുണ്ട്. ബാൾറൂം ഡാൻസ്, ഇവർ കയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന നൃത്തമുണ്ട്. ഇവൻ ഓടിച്ചെന്ന് ഒളിവിൽ കയറുന്ന ഒരു ലോ ക്ലാസ് ലെവലിലുള്ള ഒരു സ്ഥലത്ത് കളവ് കുടിച്ചിട്ടുള്ളൊരു ഡാൻസുണ്ട്, ഒരു കാലുകൊണ്ടൊരു സ്റ്റെപ്പൊക്കെ അടിച്ചിട്ട്. അത് അവരുടെ ഗ്രാമീണ നൃത്തമാണ്, വളരെ രസകരമാണ്. അത് പല വിദേശ ഇതിലും കാണിക്കുന്നുണ്ട്, അത് അവർ റിഫൈൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അവിടെ 2 ക്ലാസ്സേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ മാതിരി ഒരു ഇടത്തരക്കാർ വളരെ കുറവാണ്, അതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായതാണ്. ഈ 2 ക്ലാസ്സിൽപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള ഡാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ വിഷയങ്ങളും വേറെയാണ്. പാശ്ചാത്യ നാടുകളിൽ മതേതരമായ ഡാൻസും സംഗീതവുമുണ്ട്. വേറൊന്ന് ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ വ്യത്യാസം. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള പാട്ടുകളെല്ലാം, സംഗീതം പഠിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ ഇനി വിളിച്ച് ചോദിക്കേണ്ടതില്ലല്ലോ, സംഗീതത്തിലെ എല്ലാം വായ്പാട്ടിനെ ബന്ധിപ്പിച്ചിട്ടാണ് ഇന്ത്യൻ മ്യൂസിക് നിൽക്കുന്നത്. സരിഗമ പദനിസ എന്നുള്ള രീതിയിലാണ്, അതായത് വായ്പാട്ടാണ് ബേസ്, അതിനോട് ചേർന്നിട്ടാണ് ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുക. അതായത് പാട്ട് തന്നെയാണ് ഇവർ ഇതിൽ വായിക്കുന്നത്. പക്ഷേ ഇൻസ്ട്രുമെൻറ്റ്സ് വരുമ്പം പാട്ടില്ലല്ലോ. ഇപ്പോൾ എന്തോരോ മഹാനുഭാവലു എന്നുള്ളത് ഇൻസ്ട്രുമെൻ്റ് വായിച്ചാൽ അത് ആ പാട്ടല്ലല്ലോ, അത് അതിൻ്റെ നോട്ട്സ് മാത്രമാണ് വായിക്കുന്നത്. അപ്പോൾ ഈ നോട്ട്സ് എന്ന് പറയുന്നത് സെക്കുലറാണ്. സാഹിത്യം
മറ്റതാണെങ്കിൽ പോലും നോട്ട്സിലേക്ക് വരുമ്പോൾ അത് സെക്കുലറാണ്, അതിന് മതേതരമായ നിലപാടാണുള്ളത്. അപ്പോൾ അങ്ങനെ സെക്കുലറായ ഡാൻസും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ ടി വിയെ കാണുന്നവരായതുകൊണ്ട് പറയുകയാണ്. ഈ റിയോ ഡി ജനറോയിൽ വലിയ മാമാങ്കം നടക്കുന്നുണ്ട് ഡാൻസിൻ്റെ. അത് ഇപ്പോൾ ഇനി ഡിസംബറിലാണ് മിക്കവാറും അത് വരിക എന്ന് എനിക്ക് തോന്നുന്നു. ന്യൂ ഇയർ ആഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും. അതായത് സ്ട്രിപ്പ് ഡാൻസ് വരെ ഉണ്ട് സ്ട്രീറ്റിൽ. അത് ഭയങ്കര രസമാണ്. അത് വലിയ ആഘോഷമാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ അത്തച്ചമയത്തിനൊക്കെ വരുന്ന മാതിരി അതിൻ്റെ ഒരു 10 ഇരട്ടി 100 ഇരട്ടി വരുന്ന വലിയ ആഘോഷമാണത്. അപ്പോൾ അതിലൊക്കെ ഡാൻസാണ്. അപ്പോൾ അവർ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണ നിത്യജീവിതത്തിലുണ്ട്. അവർ ബോറടിച്ചാൽ വേണേൽ കുറച്ച് നേരം ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് കയ്യെ പിടിച്ച് ഡാൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? വല്ല പെണ്ണുങ്ങളെയും കയ്യെ പിടിക്കണ്ട, ശരി, ഇനി അതൊരു സദാചാര പ്രശ്നമാണെങ്കിൽ ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല. സ്വന്തം പെണ്ണുണ്ടല്ലോ വീട്ടിൽ, ഭാര്യ അല്ലെങ്കിൽ അതുമാതിരി നമുക്ക് വേണ്ട, സഹോദരങ്ങളായിട്ട് കളിക്കാമല്ലോ വേണമെങ്കിൽ. അതറിയില്ല, അതിന് ധൈര്യവുമില്ല, അത് സമ്മതിക്കുകയുമില്ല. ഇനിയിപ്പോൾ ഒരാൾ ധൈര്യം കാണിച്ചാൽ അവനെ പിടിച്ച് അകത്ത് കൊണ്ടുപോകും, ജയിലിലിടും, മറ്റേ ചങ്ങലക്കിടും. അപ്പം ഇങ്ങനെ സ്വന്തം ജീവിതം ഇത്രയും പരിമിതികളിലാണ് എന്നുള്ള വിവരം നമ്മളൊരു ഖേദപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, നമ്മളിനി അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ നമ്മുടെ വിഷയങ്ങളിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ സംഗീതത്തിൽ നമുക്ക് 2 ധാരകളുണ്ടായിരുന്നു. അത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒന്ന് ബ്രാഹ്മണിക്കലായ ഒരു ധാര, അതായത് ക്ലാസിക്കൽ മ്യൂസിക്, നമ്മൾ കർണാടക സംഗീതം എന്നറിയപ്പെടുന്ന. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഇത്തിരി വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞാനത് പിന്നീടത്തേക്ക് മാറ്റിവെക്കാം. ഹിന്ദുസ്ഥാനി സംഗീതം പേർഷ്യൻ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ മിശ്രിതമാണ്. പിന്നെ അതിൻ്റെ സബ്ജക്റ്റ് ഡിഫറൻ്റാണ്. അതായത് മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട്, അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലേത് പൂർണ്ണമായും ഭക്തിരസപ്രധാനമാണ് കർണാടക സംഗീതം. അപ്പോൾ ഒരു യുക്തിവാദിയാണെങ്കിലും അവൻ കർണാടക സംഗീതം പഠിക്കണമെങ്കിൽ ആ ഭക്തി വേണ്ടി വരും. ഇതായിരിക്കാം ഒരുപക്ഷെ യുക്തിവാദി സംഘം ആരും പാട്ട് പഠിപ്പിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ഏതായാലും ഞാൻ പോകാൻ മടിച്ചിരുന്നതിൻ്റെ, എൻ്റെ അമ്മ കർണാടക സംഗീതം പഠിച്ചിരുന്ന ആളാണ്, പാടിയിരുന്ന ആളാണ്. ഞാൻ ഭാഗ്യത്തിന് ഒന്ന് ഈ പറഞ്ഞ മാതിരി മറ്റേ കല്യാണം പാലുകാച്ചലായതുകൊണ്ട് ഇത് പഠിപ്പിച്ചില്ല. രണ്ടാമത് നമ്മൾ ഈ ഭക്തി കൊണ്ട് ഞാൻ സംഗീത കോളേജിലും കൂടിയാണ് പഠിച്ചത്. തൃപ്പൂണിത്തറ RLV കോളേജിലാണ് എൻ്റെ ഈ കലാവിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ബോറത്തരം എന്താണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് ഞാൻ തീരെ അതിനോട് ബന്ധപ്പെട്ടിരുന്നില്ല. പിന്നെ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഹിന്ദുസ്ഥാനി കുറച്ച് പഠിച്ചവരുണ്ട്, അങ്ങനെയൊക്കെ ഒരു ചെറിയ പരിചയമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഏതായാലും ഹിന്ദുസ്ഥാനി സംഗീതം അങ്ങനെ ഇതല്ല, സെക്കുലറാണ്. അതിനൊരു ഭാഗം ഭക്തിയുള്ളതുണ്ട്. ഇപ്പം ഭജൻസ് ഭക്തിയാണ്, അല്ലെങ്കിൽ കണ്ടൻറ്റ് ചിലപ്പോൾ പാട്ട് ചിലപ്പോൾ കൃഷ്ണനെക്കുറിച്ചോ അങ്ങനെയൊക്കെ വരാം. പക്ഷേ അതിൻ്റെ മറ്റ് സമ്പ്രദായങ്ങളൊന്നും ഭക്തിയല്ല, അവർ പൂജയൊന്നുമില്ല അതിന്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഇനി ഉണ്ടായി വരും സ്വാഭാവികമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ മുസ്ലിം സമുദായം പൊതുവേ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൊതുവേ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ്. ഇതിനൊക്കെ അവിടെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരും കൂടെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഥക്ക് നൃത്തം സെക്കുലറാണ്, അത് ഇതല്ല. അത് കൈകൂപ്പി തൊഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൈകൂപ്പലല്ല, അതിനിങ്ങനെ കൈ കാണിക്കലാണ് ശരിക്കും. അത് ഇപ്പം മാറ്റി, ഇപ്പോൾ കൈകൂപ്പലായി, നിലവിളക്കൊക്കെ വന്നു തുടങ്ങി. അതിപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, അതൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണ് അത് നടന്നു പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഡാൻസ് ഐറ്റമൊന്നുമില്ല, പിന്നെ ഉള്ളത് നാടോടി നൃത്തമാണ്. അത് ഈ ചെറിയൊരു പരിപാടി എന്നുള്ള നിലയിൽ അപ്പുറത്തേക്കൊരു സ്വീകാര്യതയൊന്നുമില്ല. അത് അങ്ങനെ വലിയൊരു ചുവടും ഒരു ശാസ്ത്രീയതയുമില്ല. അപ്പോൾ സംഗീതത്തിൽ ഈ ശാസ്ത്രീയതയും കൂടെ ചേർത്തുകൊണ്ട് ലളിത ഗാനങ്ങളും മറ്റു വിഷയങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രണയം, നിരാശ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ മാനുഷികമായ കാര്യങ്ങളെയും ചേർത്തുകൊണ്ടുള്ള വന്ന ഒരു ശാഖയാണ് ലളിത സംഗീത ശാഖ. അത് പ്രധാനമായിട്ടും വന്നത് സിനിമയിലൂടെയാണ്. ലളിത സംഗീതം ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് വന്നത് സിനിമയിലൂടെയാണ്. അങ്ങനെ സിനിമയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം പിന്നെ ഒന്ന് ഫോക്കായിട്ട് വന്നൊരു സംഗതിയുണ്ട്, അതായത് ഈ നാടൻ പാട്ടുകൾ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ മീറ്റിങ്ങിൽ വരുമ്പോൾ നാടൻ പാട്ട് പാടാൻ പറയും എന്നോട്. അപ്പോൾ ഒരിക്കൽ ഒരാൾ ഇങ്ങനെ നാടൻ പാട്ട് തന്നെ പാടണമെന്ന് എന്നോട്, എനിക്കാണത് അറിയുമില്ല. ഞാൻ പറഞ്ഞു നാടൻ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ എന്ന് ചോദിച്ച അവസാനം. അപ്പോൾ അത് അവർക്ക് ഒരു ഇൻസൾട്ടായി തോന്നി. അതായത് ഞാനതുകൊണ്ടല്ല, ഈ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ.
ഇപ്പം നാടൻ സംഗീതം പോലെ നാടൻ സാഹിത്യവും ഉണ്ടല്ലോ. എന്നിട്ട് നമ്മളാരും നാടൻ സാഹിത്യം പറയുമെന്ന് ആരും പറയണല്ലോ. എന്താ ഒരു 2 നാടൻ സാഹിത്യം, 2 നാടൻ പറയൂ. എല്ലാം ഇപ്പം നാടനാണല്ലോ. അതായത് നാടൻ ഊണ്, നാടൻ പാട്ട്, പിന്നെ നാടൻ കഥ. നാടൻ കഥ ഏതാണ്? അത് മണ്ണാങ്കട്ടയും കരിയിലയും കൂടെ പണ്ട് കാശിക്ക് പോയി. അപ്പോൾ അറിയാമല്ലോ. ഇത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ദസ്തേവ്സ്കിനെ വായിക്കുകയും ചെയ്യും, എന്നിട്ട് നാടൻ പാട്ടിനെ കുറിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നില്ല. ഇത് ഈ കോട്ടൺ സാരി ഉടുത്തിട്ട് പ്ലെയിനിൽ പോകുന്ന ആളുകളുണ്ട്, നമ്മുടെ ചില പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. വലിയ തുകയൊക്കെ വാങ്ങിയിട്ടാണ് അവർ പ്രഭാഷണമൊക്കെ നടത്തുക. കോട്ടൺ സാരിയെ ഉടുക്കുള്ളൂ, പക്ഷെ പോണത് മുഴുവൻ പ്ലെയിനിലാണ്. അപ്പോൾ എന്നതുപോലുള്ള ഒരു വൈരുദ്ധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നാടൻ ചികിത്സയ്ക്ക് ഭയങ്കര മാർക്കറ്റാണ് കേട്ടോ. നിങ്ങളെ അറിയുന്ന മാതിരിയല്ല. ഡോക്ടറൊക്കെ കുടുങ്ങും. നാടൻ ചികിത്സയാണ് പ്രധാന ചികിത്സ. അപ്പം നാടൻ കഥ നമുക്ക് ആവശ്യമില്ല. കാരണം കഥയിലൊക്കെ നാടൻ സ്വഭാവമൊക്കെ കളഞ്ഞിട്ടും മനുഷ്യന്മാർ ഒരുപാട് വർഷങ്ങളായി. ഇനി അതൊന്നും ആവശ്യമില്ല. സംഗീതം ശാസ്ത്രീയമായി കേൾക്കാൻ തയ്യാറുള്ള അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് ഇനി ഇതിലേക്ക് പോകണ്ട. അപ്പം എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, അദ്ദേഹം ഒരു തബലിസ്റ്റായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ സാമൂഹ്യ പുനരുദ്ധാരണമാണല്ലോ നമ്മുടെ ഒരു ഐറ്റം. അപ്പോൾ ബോധവൽക്കരണവുമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ നാടൻ പാട്ടുകളെ, നാടൻ പാട്ടല്ല, ഈ മറ്റേ സംഗീതം ഉണ്ടല്ലോ, ഈ പുള്ളുവൻ സംഗീതം, അപ്പോൾ അതിന് ചില ക്വാളിറ്റികളുണ്ട് കേട്ടോ. ഞാനത് തിരിച്ചറിഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നമുക്ക് അതൊന്ന് പരിഷ്കരിച്ച് സാരംഗിയൊക്കെ വെച്ചിട്ട് വേറൊരു രൂപത്തിലാക്കിയാലോ, അതിനൊരു പരിഷ്കാരം കൊടുത്താലോ. അപ്പോൾ അയാൾ പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, അതിനാകെ 5 സ്വരേ ഉള്ളൂ. 22 സ്വരത്തിൻ്റെ പാട്ട് പഠിച്ചിട്ടാണോ പിന്നെ നീ ഇനി 5 സ്വരത്തിലോട്ട് പോകാൻ പോകണമെന്ന് ചോദിച്ചു. അത് വികസിച്ചിട്ടില്ല, അതിന് വികസിക്കുകയുമില്ല, അത് വികസിക്കേണ്ട ആവശ്യവുമില്ല. വികസിച്ച സംഗീതം വേറെ കിടക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ പലപ്പോഴും വലിയ കേമത്തിലൊക്കെ പറയും നന്ദുണി എന്നൊക്കെ പറയും. അതെന്താണെന്നറിയാമോ? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് ഒരു കാട്ടുവള്ളിയുടെ ഒരു ചരടാണ്, അല്ലാണ്ട് അതിനകത്ത് ഒന്നുമില്ല. 100 തന്ത്രികൾ, 100ഇല്ല എങ്കിൽ പോലും ഒരു 70 മേൽ തന്ത്രികൾ വരുന്ന സിത്താറ് നിലനിൽക്കുന്നൊരു സ്ഥലത്ത് ഈ കാട്ടുവള്ളിയും കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. കാട്ടുവള്ളി മോശമായിട്ടല്ല കേട്ടോ. കാട്ടുവള്ളിയിൽ മനുഷ്യൻ ജീവിച്ചിരുന്ന, മരവുരി ഉടുത്തിരുന്ന, ഇലയിൽ ഭക്ഷണം കഴിച്ചിരുന്നൊരു കാലമുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഭാഗങ്ങളൊന്നും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ല, അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ കിട്ടുന്നത് ഈ പീസുകളാണ്. അപ്പോൾ അതിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഭാഗ്യത്തിന് കാളവണ്ടിയിലെ യാത്ര കൊണ്ട് ചില ഗുണങ്ങൾ ശരീരത്തിനുണ്ടെന്ന് ആരും പറയുന്നില്ല. മഹാഭാഗ്യം. ഈ പാലക്കാട് കാളവണ്ടി ഉണ്ടായിരുന്നു, സാറിനൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ കോളേജിൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് കാളവണ്ടിയിൽ. കാളവണ്ടിയിലൊന്നും ഇരിക്കാൻ പറ്റൂല, അതിനകത്ത് ഇരുന്നാൽ തിരുമ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങണ മാതിരിയാവും. ഇതൊക്കെ വെറുതെ അതിൻ്റെ കാരണം എന്താണ്? നമ്മളുടെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ബ്രാഹ്മണിക്കലായ അപ്പർ കാസ്റ്റിൻ്റെ കൾച്ചറിനെ സ്വീകരിക്കുക. അല്ലെങ്കിൽ പിന്നൊരു മോഡലുണ്ട്. ഞാൻ പലരോടും ചോദിച്ചു, നമ്മളുടെ ഒരു സമൂഹം എന്തായിരിക്കണം എന്ന നിങ്ങളുടെ സങ്കല്പത്തിൽ മാതൃകയായി വരുന്നത് ആദിവാസി സമൂഹമല്ലേ എന്ന് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. നമ്മളിപ്പോഴും മാതൃകയാക്കി വച്ചിരിക്കുന്നത് ആദിവാസികളെയാണ്. ആദിവാസികൾ മാതൃകയല്ല കേട്ടോ. അവർ പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മുടെ ദയാബായി വളരെ പ്രസിദ്ധയാണ്, ആദരണീയമാണ്. ഞാൻ അവരെ മോശമാക്കൊന്നുമല്ല. ദയാബായി ഒരിക്കൽ പറഞ്ഞു, എന്താണ് ഈ ആദിവാസികളുടെയൊക്കെ സ്ഥിതി? അവരൊക്കെ മാറിപ്പോയി, ശരിയല്ലത്. അവർക്ക് സിനിമ കാണണം, നഗരത്തിൽ വന്നാൽ തിരിച്ചു വരാൻ കഴിയില്ല, അവർക്ക് ആഭരണപ്രമാണ്. എന്തിനാണ് ഈ സ്ത്രീ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി നിൽക്കുന്നത്? അവരെന്തെങ്കിലും ചെയ്തോട്ടെ. എന്നിട്ട് ഈ സ്ത്രീ ഇതെല്ലാം കളഞ്ഞിട്ട് റോമിൽ പോയിട്ട് പള്ളി കാണാണ്ട് തിരിച്ചു വന്നിട്ട് ഈ കല്ലുമാലം ധരിച്ചിട്ട് ഒരു നായയായിട്ട് കിടന്നുറങ്ങുകയാണ് ആ മധ്യപ്രദേശ്. നമുക്കതിൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അവരുടെ ചോയ്സാണ്. പക്ഷേ അവർ കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. അവർ പരാതി പറഞ്ഞു. ഈ ആളുകൾ മുഴുവൻ ഞാൻ ടി വിയിൽ കണ്ടാണ്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അവർ പറഞ്ഞത് ഇവർക്കിപ്പോൾ ഇതിനൊന്നും താല്പര്യമില്ല, അവർക്കൊക്കെ മാറണം എന്ന്. അപ്പോൾ അവരെ മാറാൻ അനുവദിക്കലല്ലേ ഇവരുടെ ഉദ്ദേശം? ഇതൊക്കെ അത്രയും ബർഡനുള്ള ആളുകൾ ഈ പറഞ്ഞ മാതിരി ലളിത ചിന്തയുമായി കഴിഞ്ഞാൽ പോരായിരുന്നോ? ഇവർ ഈ MSW ഒക്കെ പഠിച്ചിട്ട് അവിടെ പോയിട്ട് ഈ ആളുകളെ ഇങ്ങനെ പിടിച്ചു നിർത്തിരിക്കുക. അവർ നിൽക്കില്ല. ആദിവാസികൾ, എൻ്റെ കൂടെ ഒരു ആദിവാസി പയ്യന് ഈ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. മാരി എന്നായിരുന്നു അവൻ്റെ പേര്. MA RRY എന്നാണ് എഴുതുക. മേരി എന്ന് വായിക്കും. അപ്പോൾ അന്ന് 100ഓളം കുട്ടികളുണ്ടാവും ഈ ഒരു പ്രീ ഡിഗ്രി ബ്ലോക്കിൽ.
അപ്പോൾ ഈ അധ്യാപകർ അങ്ങനെ സംസാരിക്കൊന്നുമില്ല, എല്ലാവരും ഇംഗ്ലീഷൊക്കെ സംസാരിക്കുള്ളൂ കഴിയുന്നു. അപ്പോൾ അവരിങ്ങനെ മേരി എന്ന് വിളിച്ചിട്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ ഈ കാണാണ്ടപ്പോൾ റൗണ്ട് ചെയ്യും. അപ്പോൾ ഉണ്ടാവും ഇയാൾ ആ ലാസ്റ്റ് ബെഞ്ചിൽ ലാസ്റ്റ് മൂലക്കാണ് ആ മനുഷ്യനിരുന്നിരുന്നത്. അയാളാകെ ഈ കോളേജിൽ സംസാരിച്ചിരുന്നത് എന്നോടാണെന്നുള്ളത് അഭിമാനപൂർവ്വം പറയുകയാണ്. കാരണം വേറെ ആരോടും ഈ പയ്യൻ സംസാരിക്കില്ല. എന്നോട് വന്നിട്ട് പറയും ഒരു ബീഡി കാട്ടുമെന്ന് പറയും, ചിലപ്പോൾ ഒരു ബീഡി വലിക്കും അത്ര. അയാൾ ചിലപ്പോൾ കാട്ടി പോയിട്ടുണ്ടാവും, തിരിച്ചല്ലേ വല്ല ജോലിയും കിട്ടിയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ ഈ ആദിവാസികൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ വിടുക ഇവർ. അവരെയൊക്കെ ഈ മ്യൂസിയം പീസുമാരി സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവർ മാറട്ടെ, മാറണ്ട, അവരെ കാട്ടിലേക്ക് വിടുക, കാട്ടിൽ പോയി ജീവിച്ചോട്ടെ, നമുക്ക് എന്താ അതിനകത്ത് കുഴപ്പം. ഇതല്ല, ഇത് ഇവരുടെയൊക്കെ പേരിൽ മറ്റുള്ള ആളുകൾ വെട്ടി തിന്നുകയാണ്. ഏതായാലും ഭാഗ്യം ഇത് വിദേശികൾ വന്ന് അടിച്ചുകൊണ്ട് പോകണമെന്ന് പറയണില്ല എപ്പോഴും. അല്ലെങ്കിൽ ഈ കോടികളൊക്കെ ആരാ മുഖ്യ? നമ്മളെ പോലുള്ള ആൾക്കാർ, ബാക്കിയുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഗീതത്തിൽ അല്ലെങ്കിൽ മാതൃകയിൽ നമ്മൾ ആദിവാസികളെ കാണണ്ട. നമ്മൾ മാതൃക ആദിവാസികളല്ല, ആവരുത്. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും മിസ്സാവുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഒരു പീസ് ഉയർന്നു വന്നു, അത് സംഗീതത്തിലാണ്. അപ്പോൾ ലളിത ഗാനം എന്ന് പറയുന്നതിൽ അതിൽ നമുക്ക് വളരെ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുണ്ട്. സിനിമാ സംഗീതം വന്നു, നല്ല കമ്പോസിങ്ങിന് ഒരുപാട് ആളുകൾ. അപ്പോൾ അതിൻ്റെ സന്ദർഭമായി പറയുകയാണ്, ഈ ജാതീയമായ വേർതിരിവുകളും റെസ്ട്രിക്ഷൻസും നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ ഒരു മുസ്ലിമിനും ഒരു അരയനും ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാൾക്കും ഒക്കെ സംഗീതത്തിൽ മികവ് പുലർത്താനായത് ഈ മുതലാളിത്ത കലയായ, മുതലാളിത്ത ഉൽപ്പന്നമായ സിനിമയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നാടകമായതുകൊണ്ടാണ്. അപ്പം നമ്മെ സംബന്ധിച്ച് സാമൂഹിക കാര്യങ്ങളിൽ സാമൂഹികമായ വളർച്ച ഉണ്ടാവണമെങ്കിൽ മതങ്ങളുടെ കൈവശത്ത് നിൽക്കുന്ന ഈ വിഷയങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയും നമ്മുടെ നിത്യജീവിതത്തിൽ ഈ കലകൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത് വളരുകയുള്ളൂ. ഇപ്പോൾ സിനിമയിലെ പാട്ട് കഴിഞ്ഞു. സിനിമയിലിപ്പോൾ നായകൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് ഓടുമ്പോഴൊക്കെയാണ് പാട്ട് വയ്ക്കുന്നത്. അതിൽ കുഴപ്പമൊന്നുമില്ല, പാട്ട് വെച്ചുകൊണ്ട് കുഴപ്പം. പക്ഷേ പിന്നെ ആലോചിക്കാൻ ഇത് വായിൽ വരില്ലേ ഈ പാട്ട്? നമുക്ക് വായിൽ തിരിച്ചെന്ന് പാടാൻ നമുക്ക് തോന്നണ്ടേ? അങ്ങനൊരു പാട്ടില്ല. അതേതാണ്ടൊരു 90കളൊക്കെ കൊണ്ട് എൻ്റെ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം എൻ്റെ ഒരു ഓർമ്മയിൽ, എൻ്റെ ഒരു ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് ഒരു ലജ്ജാവതിയെയാണ് അവസാനം വന്ന ഒരു പാട്ട്. അത് നല്ല പാട്ടുമായിരുന്നു കേട്ടോ, അത് മോശമൊന്നുമല്ല. അത് കഴിഞ്ഞ് പിന്നെ പാട്ടില്ല. പിന്നെ എന്തൊക്കെയോ കാണിച്ചു പറയുകയാണ്, അത് ആവശ്യവുമില്ല. കാരണം സിനിമയ്ക്ക് പാട്ട് ആവശ്യമില്ല. പകരം പാട്ടെവിടെ? ഇപ്പം സംഗീത മേഖലയൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. നിങ്ങൾക്കാർക്കും അറിയില്ല, സംഗീതമില്ല. സിനിമയിൽ പാട്ട് ആവശ്യമില്ല, സിനിമയിൽ പാട്ട് വേണ്ട. ഞാനും സമ്മതിച്ചു, സിനിമയിൽ പാട്ട് വേണ്ട. പക്ഷേ സംഗീതം വേണമല്ലോ നമുക്ക്. കാരണം അതിപ്പോൾ ആരെങ്കിലും അവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ. ഇപ്പോഴും പഴയ പാട്ടുകളാണ് ഈ പുതിയ തലമുറയും പാടേണ്ടി വരുന്നത്. അപ്പോൾ യേശുദാസനെ ചീത്ത വിളിക്കലാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത്. ഞാനും വിമർശനമൊക്കെ പറയാറുണ്ട്, അത് ശരി. യേശുദാസിന് 10-75 വയസ്സ് കഴിഞ്ഞു, ആ മനുഷ്യനെ വെറുതെ വിടുക, അയാൾ ബിക്കെയിം ആൻ ഓൾഡ് മാൻ. നമ്മളിനി അത് നോക്കേണ്ട കാര്യമില്ല. പുതിയ ചെറുപ്പക്കാരെവിടെ പാട്ടവിടെ? അപ്പോൾ പുതിയ ചെറുപ്പക്കാരെ പാട്ടില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഇതൊന്നുമില്ല. ഇല്ലാത്തൊരു സാധനത്തെയാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഉണ്ടെന്ന് ധരിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് ഈ പറഞ്ഞ മാതിരി കുറച്ച് ഭൗതിക വസ്തുക്കളൊക്കെ ഉണ്ട്, അത് ഞാനും അംഗീകരിച്ചു. കുറച്ച് വീട്ടിൽ സൗകര്യങ്ങളുണ്ടാവും, അതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മാനസികമായ വളർച്ചയ്ക്ക് ഇപ്പം നമ്മളിവിടെ അറിയാം, മദ്യം വലിയ വിപത്തായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. മദ്യം ലോകത്തെല്ലായിടത്തും ഉണ്ട്, ഒരു സ്ഥലത്തും മദ്യമൊന്നും നിരോധിച്ചിട്ടില്ല. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇനി സൗദി അറേബ്യയിൽ മദ്യം കിട്ടും, മലയാളികളായിട്ടുള്ള ആളുകളോട് കച്ചവടം തരുന്നുണ്ട്, അത് പോട്ടെ. പിന്നെ ഔദ്യോഗികമായിട്ട് ഇറാനും സൗദിയുമാണ് അതിൽ നിരോധനമുള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും ബാറുകളുണ്ട്, അവിടെ ലൈസൻസ്ഡ് ആണ്, മദ്യം കിട്ടും, ഇവരെല്ലാം ഉപയോഗിക്കും. പിന്നെന്താ നമ്മുടെ അവിടെ മാത്രം ഇത്ര പ്രശ്നം? ഇവിടെ മദ്യം മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് റിലാക്സ്. അതാണ് പ്രശ്നം. സത്യത്തിൽ മനുഷ്യൻ്റെ മറ്റ് കലാവിഷയങ്ങൾ, ഡാൻസ് അല്ലെങ്കിൽ മ്യൂസിക് ഇതുമാതിരിയുള്ള പരിപാടികൾക്ക് ബൂസ്റ്ററായിട്ടാണ് വിദേശ രാജ്യങ്ങളിലെ ആളുകൾ മദ്യം കഴിക്കുന്നത്. അതവർ വീട്ടിലിരുന്നും കഴിക്കും. വീട്ടിലിരുന്ന് കഴിച്ചിട്ട് തെമ്മാടിത്തരമൊന്നും കാണിക്കൊന്നുമില്ല. തെമ്മാടിത്തരം കാണിക്കണമെങ്കിൽ ഇപ്പോൾ വീട്ടിൽ കഴിക്കണമെന്നില്ല, പുറത്ത് പോയി കഴിച്ചു വന്ന് കാണിക്കണമല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ കാണിക്കുന്നത് അതാണ്. ആളുകൾ വീട്ടിൽ കച്ചറ ഉണ്ടാക്കുന്നത് പുറത്ത് പോയി കഴിച്ചിട്ടാണ്, അല്ലാണ്ട് വീട്ടിൽ ഉണ്ടാക്കാഞ്ഞിട്ടല്ലല്ലോ, അല്ല ഉണ്ടായിട്ടല്ലല്ലോ. അപ്പോൾ അവിടെ മനുഷ്യർക്ക് റിലാക്സ് ചെയ്യാൻ എന്താണുള്ളത് നമ്മുടെ കൈവശം? നമ്മളെന്നും ഇങ്ങനെ ഞരമ്പ് മുറുകി ബസ്സിൽ പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് റിലാക്സ് ഇല്ല.
പിന്നെ ആളുകൾ അതിനെ ചെയ്യുന്നത് സെക്ഷൽ അബ്യൂസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എം കെ മുനീർ, ഞാൻ ആ വിഷയമൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എം കെ മുനീർ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നൊരു സാധനം, വാർത്ത നിങ്ങൾ ആരെങ്കിലും കേട്ടിരിക്കണം, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു. കേരളത്തിലെ 75, 80, 78 ഒക്കെ പ്രായ ലെവലിലുള്ള വൃദ്ധകളായ സ്ത്രീകൾ വീടുകളിലും വൃദ്ധമന്ദിരങ്ങളിലും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, സെക്ഷലി പീഡിപ്പിക്കപ്പെടുന്നു. അത് നിയമസഭയിൽ ഇയാൾ ചോദ്യം വെച്ചു, അതിന് മറുപടിയും പറഞ്ഞിരിക്കുന്നു. ഇത് വീടുകളിൽ പീഡിപ്പിക്കുന്നത് വഴിയേ പോയവരല്ല, അത് പറയാൻ എനിക്കൊരു ലജ്ജയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ചെറുമക്കളടക്കമുണ്ട്. എന്നിട്ട് ആ സ്ത്രീകൾക്കൊക്കെ മാനസിക തകരാറ് വന്നു, അവർക്ക് ഭ്രാന്തായി കഴിഞ്ഞു പലരും, ഇത് താങ്ങാൻ പറ്റാഞ്ഞിട്ട്. 3 വയസ്സുള്ള കുട്ടിയോ 5 വയസ്സുള്ള കുട്ടിയോ 10 വയസ്സിന് താഴെയുള്ള കുട്ടിയെ സംബന്ധിച്ച് ഒരു ബലാത്കാരം ഉണ്ടായാൽ, പീഡനം നടന്നാൽ കുട്ടിക്ക് അറിയുന്നില്ല ഇതെന്താണെന്നൊന്നും. കുട്ടിക്ക് അതിൻ്റെ ഗൗരവമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും കുട്ടിക്ക് ധാരണയില്ല. അത് നായ കടിച്ച മാതിരി അല്ലെങ്കിൽ ഒരാൾ കഴുത്തിന് പിടിച്ച് ഞെരിച്ച മാതിരിയൊക്കെ ഉള്ളൊരു സാധനമായിട്ട് ആ കുട്ടി കാണുന്നുള്ളൂ. പക്ഷേ ഇവരുടെ സ്ഥിതി അതല്ല. മധ്യവയസ്സിന് ശേഷം അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ സെക്സ് പാപമാണെന്നും തെറ്റാണെന്നും വിശ്വസിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിലും സമൂഹത്തിലും കടന്നു വന്നിട്ടുള്ള ചിന്തയിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വാസ തകർച്ച വന്നിട്ട് അവർക്ക് ഭ്രാന്തായിരിക്കുന്നു. അവർ പലരും ട്രീറ്റ്മെൻറ്റിലാണ്, ചിലർ മരിച്ചു പോയിരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് അടുത്ത വീട്ടുകാരോട് പറഞ്ഞാണ്, എനിക്ക് ഇന്ന അനുഭവമുണ്ട്, എൻ്റെ അന്തസ്സ് കളയാതിരിക്കാൻ ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുള്ള കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് മരിച്ചു പോയവരടക്കമുണ്ട്. ഈ പേപ്പർ ഇപ്പോൾ വന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് അതിൻ്റെ തെളിവുണ്ട്, ഞാനത് നെറ്റിൽ നിന്നൊക്കെ കിട്ടിയത്, എനിക്കൊരാൾ അയച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ തകരാറുണ്ട്. കാരണം നമ്മൾ ഈ വിഷയത്തെ ഒന്നും നേരിടാൻ തയ്യാറല്ല. നമ്മൾ ഇതെല്ലാം മൂടി വയ്ക്കാൻ നിൽക്കുകയാണ്. മൂടി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഈ സമൂഹത്തിൻ്റെ പ്രശ്നം ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് അന്താരാഷ്ട്ര പ്രശ്നമൊന്നും അറിയില്ല, നമുക്കതിനകത്തൊന്നും താല്പര്യവുമില്ല. ഇനിയിപ്പോൾ ബോംബ് വീഴുമെങ്കിൽ എല്ലാവരും പോലെ ഞാനും മരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എന്നെ മാത്രമായിട്ട് വന്ന് ഹൈഡ്രജൻ ബോംബൊന്നും വീണ് ചാവൂല്ലോ. ഇത് നമ്മളുടെ പ്രശ്നമാണിതൊക്കെ. ഇതിന് ഇപ്പോൾ കേട്ടല്ലോ, മറ്റേരുടെ കാലത്താണോ ഇത് സംഭവിച്ചതെന്നുള്ള രീതിയിൽ ആളുകൾ പറയുന്ന അത്രയും ലെവലില്ലാത്ത രീതിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതമാണ്, നമ്മളുടെ എന്താ പറയണേ, വളരെ കുറഞ്ഞ ഒരു 10-30 വർഷത്തെ നിർണായകമായ ഒരു ജീവിതം വെറുതെ കയ്യിൽ നിന്ന് ഊർന്നു പോവുകയാണ്. നമ്മൾ വെള്ളം കയ്യിലെടുത്തിട്ട് നിൽക്കണ മാതിരിയാണ്. ഇതിപ്പോൾ തീരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 40 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിൽ നിന്നിരുന്ന ഒരാളാണ്, കഴിഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ബാലൻസ് എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയാം, നമ്മൾ വലിയ ചിന്ത നടത്തിയാൽ മതി എന്ന് പറയും. ഇതാണ് എൻ്റെ സംഭവം. ചെറിയ ജീവിതമൊക്കെ മതി, പക്ഷേ ഭയങ്കരമായിട്ട് ചിന്തിക്കണം എന്ന് പറയും. എന്തിനാ ഭയങ്കരമായിട്ട് ചിന്തിക്കണം, തലക്ക് കേടുവരാൻ. ഇതിങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളും അസംബന്ധങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദയവായി ഒന്ന് തിരിച്ചൊക്കെ ഒന്ന് ചിന്തിക്കും. ഇത് എനിക്കാരോടെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് ഞാൻ റിലാക്സ് ചെയ്യാം കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് നിങ്ങളുടെ തലക്കയിൽ ഓടെ ഇറക്കുകയാണ് ഞാൻ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ മധ്യവയസ്സ് കഴിഞ്ഞവരും അല്ലെ ആയിരിക്കുന്ന ആൾക്കാർ, പക്ഷേ ചെറുപ്പക്കാർ കുറച്ച് പേരുണ്ടല്ലോ. ഇപ്പം തീരുവത്. ഇതൊരു വലിയ പ്രോബ്ലം. ഇതാണ് നമ്മുടെ സാമൂഹ്യ പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. കലയൊക്കെ അതിൻ്റെ ഒരു ഭാഗത്ത് വരുന്നല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ ഒളിച്ചു വെച്ച് അഡ്രസ്സ് ചെയ്യാണ്ട് സൂത്രത്തിൽ കഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ടൊന്നും ഇത് പോവില്ല. ഇതിൻ്റെ ഏറ്റവും മോശപ്പെട്ട സാധനം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്ത് വരുന്നില്ല. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ പത്രങ്ങളിൽ ഈ വാർത്ത വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഷെയിംഫുൾ ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നാണക്കേടാണ് ഈ പറയുന്നത്. അപ്പോൾ വൃദ്ധർക്ക് വേണോ ഇത് എന്നുള്ളതാണ് ചോദ്യം. പാടില്ല എന്ന് പറയും. വൃദ്ധർക്ക് എന്താണ് ആവശ്യമെന്ന് ആരും അന്വേഷിക്കണില്ലല്ലോ. പ്രായമുള്ള ഒരാൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട, നമ്മുടെ വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ച് വരിക. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ മതപരമായ നമ്മുടെ സാംസ്കാരികമായ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു സ്ഥലത്തുനിന്ന് പരിഹരിക്കാനാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഇപ്പം നാളെ രാവിലെ നമ്മൾ എന്താ ഡാൻസ് ചെയ്ത് കളയാമെന്ന് കരുതരുതാരും കേട്ടോ. അത് അതിനേക്കാൾ വലിയ വിപത്തായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കിട്ടില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ പാർട്ട്ണറെ വിളിച്ച് ഭാര്യയെ നമുക്കൊരു കുറച്ച് നേരം ഡാൻസ് ചെയ്യാം എന്ന് പറയാനാവില്ല. ഇത്രയും കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് പെണ്ണിൻ്റെ കയ്യെ പിടിച്ചൊന്ന് ഡാൻസ് കളിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നത്? ഞാൻ ഒരു അട്ടിമറിയും പറഞ്ഞില്ല, ഒരു
വിപ്ലവം നടത്തണമെന്ന് പറഞ്ഞില്ല, മറ്റവരെ തടവിലാക്കണം എന്ന് പറഞ്ഞില്ല, ആരെയും കൊല്ലാൻ പറഞ്ഞില്ല. നിങ്ങൾ കൈപിടിച്ച് നിങ്ങളുടെ ഭാര്യയുടെ കാര്യമാണ് പറയണത്, എൻ്റെ ഭാര്യയുടെ കാര്യമല്ല. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നു കൂടെ എന്ന് ചോദിക്കുമ്പം അത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇതൊരാളും ഈ നാട്ടിൽ ചർച്ചയ്ക്ക് വെക്കില്ല കേട്ടോ. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഒരുപാട് കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആളുകളിങ്ങനെ ഊറിച്ചിരിക്കും, അവർ പിടുത്തം വിട്ടു എന്നുള്ളൊരു ലൈനിലാണ്. അപ്പോൾ കുഴപ്പമില്ല, എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും, എനിക്കത് മതി. ഇപ്പം ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ട്. ഇനി നമ്മൾക്ക് ചെറിയ ചില പ്രശ്നങ്ങൾ വന്നു പെട്ടിട്ടുള്ളത് ശാസ്ത്രത്തെക്കുറിച്ച്. ശാസ്ത്രജ്ഞന്മാരാരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ശാസ്ത്ര വിഷയം കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൗകര്യത്തിന് വേണ്ടി പറയുക. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പം ഈ ശാസ്ത്രവും കലയും, ശാസ്ത്രത്തിനൊരു യാന്ത്രിക ഭൗതികവാദ സ്വഭാവമുണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അത് തെറ്റാണെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ശാസ്ത്രം അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഒരു യാന്ത്രിക ഭൗതികവാദം, അതായത് 2 × 2 4 ആവൂ എന്നുള്ള ഒരു തരം ഡിറ്റർമിനിസം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഈ വെളിച്ചപ്പാടിൻ്റെയൊക്കെ അവസ്ഥാന്തരങ്ങളെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ ഇത്തരം പ്രസ്ഥാനങ്ങളിലുണ്ട്. കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു മെച്ചമായി ഞാൻ കാണുന്നത് ഇത് ഈ മെയിൻ സ്ട്രീമിൻ്റെ കൂടെ പോകുന്നവരല്ല. പക്ഷെ നമുക്ക് അവരങ്ങനെ സ്വാധീനിക്കാനും മാറ്റി തീർക്കാനൊന്നും പറ്റില്ല കേട്ടോ, അങ്ങനെയൊന്നും കരുതണ്ട. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ആദ്യം, നമ്മുടെ സാബു സാറിനൊക്കെ അറിയാം, ഞങ്ങൾ ആദ്യം ഒരു മീറ്റിംഗ് നടത്തി. അപ്പോൾ അതിൽ 2 വിഷയങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. ഒന്ന് വിഷയം ഞാനാണ് ചെയ്തത്. അതിലൊന്ന് ഉല്ലാസത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന അതിനെക്കുറിച്ചായിരുന്നു ഒരു വിഷയം. ഉല്ലാസത്തിനൊരു രാഷ്ട്രീയമുണ്ട്. മറ്റൊന്ന് മനുഷ്യൻ്റെ രതി സംബന്ധമായ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കുറിച്ചുള്ള ഒരിത്. അപ്പോൾ ഒരാൾ ചോദിച്ചത് എന്തിനാ 2 എണ്ണം, ഇത് 2 ഒന്നല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആകെ അറിയാവുന്നത് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് സെക്സാണ് എന്നാണ്. അങ്ങനെയല്ല. കാരണം മറ്റുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കൂടുതലായി ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഇത് പലർക്കും അറിയില്ല. നിങ്ങൾ മറ്റു വിഷയങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾ, ഞാനതിനെ നിർമ്മിക്കുന്നു എന്നും പറയുന്നില്ല, കവിത എഴുതിയേ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ കവിത കേൾക്കാനുള്ള ഒരു തയ്യാറുണ്ടായാൽ മതി. അത് കുടുംബ സദസ്സിൽ ചെയ്യാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും കവിത എഴുതുന്നവരോ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഏതെങ്കിലും കുട്ടികൾ പാട്ട് പാടുകയോ കവിത എഴുതുകയോ അല്ലെങ്കിൽ കഥ എഴുതുകയോ ചെയ്യുന്ന നിങ്ങൾക്കൊരു സദസ്സ് വിളിച്ചിട്ട് ഈ കഥ വായിപ്പിക്കാം ഈ കുട്ടീനെ കൊണ്ട്. വളരെ പ്രസിദ്ധമായ പല എഴുത്തുകാരും വിദേശ രാജ്യങ്ങളിൽ അവരുടെ വീട്ടിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നാടകങ്ങളും നോവലുകളും ഒക്കെയാണ് പിൽക്കാലത്ത് വലുതായിട്ടുണ്ട്. വേണ്ട, നമ്മുടെ ഏറ്റവും ലക്ഷണമൊത്ത നോവലായ സാക്ഷാൽ ഇന്ദുലേഖ അദ്ദേഹം ചന്തുമേനോൻ ആർക്കു വേണ്ടി എഴുതിയാണെന്നറിയാലോ. അത് ഭാര്യയ്ക്ക് വായിക്കാൻ വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി എഴുതിയാണ്, വേറെ പ്രസിദ്ധീകരണത്തിനൊന്നുമല്ല. ഭാര്യ, ഇവർ മദ്രാസിലാണ്. അപ്പം മദ്രാസിൽ താമസിക്കുമ്പം ഭാര്യയ്ക്ക് പുറത്ത് പൊതുവെ പുറത്ത് പോകില്ല, ഇയാൾ മജിസ്ട്രേറ്റ് ആയതുകൊണ്ട് തീരെ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഭാര്യയ്ക്ക് അവിടെ ഇരുന്ന് ബോറടിക്കുമ്പം അദ്ദേഹത്തിന് വായിക്കാൻ വേണ്ടിയിട്ട്, ആ സ്ത്രീക്ക് വായിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയതാണ് ഇന്ദുലേഖ. ഇത് നമുക്കും സാധിക്കുമല്ലോ. നിങ്ങളുടെ വീടുകളിലെ കുട്ടികൾക്ക്, നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ കുട്ടികൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, സുഹൃത്തുക്കളുടെ മക്കൾക്ക് ഒക്കെ ചെയ്യാമല്ലോ. ഇവിടെയൊക്കെ എവിടെയാണ് നമ്മൾ തടഞ്ഞു നിർത്തുന്നത്? ആരും തടയുന്നില്ല. അത്തരം ഒരു കൂട്ടായ്മയും ബന്ധവും ഇല്ലാതെ നമ്മളെങ്ങനെയാണ് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്? ഇതിപ്പോൾ ഇത്രയും സ്ഥലത്ത് ഇത്രയും ആളുകൾ വന്നല്ലോ. ഇത്രയും ആളുകൾക്ക് തൊട്ടടുത്ത വീടുകളുമായിട്ട് റിലേറ്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ യുക്തിവാദി ആയതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ കുറച്ചൊന്ന് അകറ്റുമായിരിക്കും. എങ്കിൽ പോലും ഈ വക കാര്യങ്ങളിൽ കുട്ടികളുടെ ഒരു പരിപാടി എന്നുള്ള നിലയിൽ വെച്ചാൽ അതൊക്കെ ചെയ്യാമല്ലോ. ഇപ്പം ഇനി നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഈ വിഷയം അത് പറയുന്നില്ല. കഴിഞ്ഞല്ലേ? കഴിഞ്ഞിരിക്കണോ? 5 മിനിറ്റ്. അപ്പം നമുക്കിനി അതാണ് എനിക്കിതിനകത്ത് ചെറുതായിട്ട് പറയാനുള്ളത്. നമുക്ക് ഇത് വലിയ വലിയ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെല്ലാം കൂടെ ഇപ്പോൾ നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. പിന്നെ അതിനൊന്നും ഞാനും അത്ര ഇതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് ഞാൻ കുറച്ച് ഇതൊക്കെ എഴുതി വന്നു, അതൊന്നും ഇനി ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിപ്പോൾ. നമുക്ക് ഇതാണ് ഈ സംഭവം, പറഞ്ഞു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത്
ജീവിതത്തിൽ നമുക്ക് കല എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ നമ്മൾ പറയുന്നത്, പലപ്പോഴും പറയുന്നത്, നമ്മളത് ചെയ്യുന്നില്ല, എനിക്ക് ചെയ്യാനാവില്ല എന്നാണ്. ഇപ്പം ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഒരു പാട്ട് ഒരാൾ പാടുമ്പോൾ അത് നന്നായില്ലെങ്കിൽ നന്നായില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഏവർക്കുമുണ്ട്. നന്നായാൽ നന്നായി എന്ന് തിരിച്ചറിയാനുള്ള ബോധവുമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു പരിശീലനവും ആവശ്യമില്ല. ഒരാൾ നന്നായി പാടിയാൽ ആ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയും. ഇനി വേണ്ടത്ര അങ്ങോട്ട് പോയില്ല, നമ്മൾ എന്തോ ഒരു പ്രശ്നമായിട്ട് തോന്നി എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് കലയുടെ പൊതുമണ്ഡലം. അങ്ങനെ നമ്മൾ കലയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാവുന്ന ഒരേ ഒരു കർമ്മം. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം. ബാക്കിയൊക്കെ ആളുകൾ നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ നല്ലൊരു സാമൂഹ്യാന്തരീക്ഷം കൊടുക്കുന്നില്ല. അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇനി നമ്മളായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടന്തരീക്ഷത്തിൽ ഇത് നടത്താം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് അവർക്ക് ഉചിതമായ ആത്മപ്രകാശനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് ഒരു പക്ഷേ ഞങ്ങളങ്ങനെ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനത് സന്ദർഭം കൊണ്ട് പറയുകയാണ്. ഞങ്ങൾ പല വീടുകളിലും ചെറിയ സംഗീത പരിപാടികൾ നടത്തിയിരുന്നു, ഹാർമോണിയം തബലയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ചെറിയ ഒരു ഭക്ഷണമൊക്കെ അവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്ത് തരും. വൈകുന്നേരങ്ങളിലേ പറ്റുള്ളൂ. അത് പോയി യാത്രാ സൗകര്യമൊക്കെ വേണം എങ്കിൽ പോയിട്ട് അവിടെ ഇങ്ങനെ പരിപാടി വെച്ചിരുന്നു. അതിലൊരിക്കലൊരു വീട്ടിൽ, ഞാനതോടെ പറഞ്ഞ് നിർത്തുകയാണ്, ഒരിക്കലൊരു വീട്ടിൽ ഞങ്ങൾ പരിപാടി നടത്തുമ്പോൾ ഒരു 60 വയസ്സിലേറെ പ്രായമുള്ള, അപ്പം ടെറസിൻ്റെ മേലാണ്, അപ്പം ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ചെറിയൊരു വീടാണ്, വലിയ സാമ്പത്തിക ശേഷിയൊന്നുള്ള ആൾക്കാരല്ല, ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ പോയ. അപ്പോൾ ഒരു ലൈറ്റ് ഇതേമാതിരി വലിച്ചിട്ടൊരു ബൾബ് ഇട്ട് തന്നു, ഒരു വടിയിൽ കുത്തിയിട്ട്. അപ്പോൾ അതിലൊരു സ്ത്രീ വന്നു, ഒരു 10-60 വയസ്സിലാണ്, മുടിയൊക്കെ കംപ്ലീറ്റ് നരച്ച സ്ത്രീയാണ്. അവർ വന്ന് പാടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തു. ഈ സ്ത്രീ 1 മണിക്കൂർ നേരം അവിടെ ഇരുന്ന് പാടി. അപ്പോൾ പാട്ട് പുസ്തകം പുള്ളിയുടെ കയ്യിലുണ്ട്. ഞങ്ങളെ ഒന്നും നോക്കുന്നത് തന്നെ ഇല്ല. അതായത് തബലിസ്റ്റൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, ഹാർമോണിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ അയാരൊന്നും നോക്കുന്നത് തന്നെ ഇല്ല. 36 ഇങ്ങനെ പാടുക തന്നെ. അപ്പം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയവർക്കൊരു വിഷമായി. കാരണം ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ അറിയപ്പെടുന്ന ആളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് അവസാനം അത് ഞങ്ങൾക്ക് അവസരം കിട്ടാണ്ട് ഈ സ്ത്രീ തട്ടിയെടുത്തു എന്നൊക്കെ തന്നെ. ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അവരാണ് പാടേണ്ടത്. കാരണം എനിക്ക് തോന്നുന്നത് അവരൊരു 10-40 കൊല്ലമായിട്ട് അടക്കി വെച്ചിരുന്ന അവരുടെ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം അവർ തുറന്നു വിടുകയാണ്. അവർ നന്നായി പാടുന്നുണ്ട്, അവർ നന്നായി പാടിക്കോട്ടെ. നമ്മുടെ പരിപാടി നമുക്ക് വീണ്ടും വേറെ നടത്താം. നിങ്ങളതിൽ ഒരു വിഷമം വിചാരിക്കേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പലവട്ടം ആവർത്തിച്ചിട്ടാണ് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയത്. ഈ സ്ത്രീ ഒന്നും നോക്കിയിട്ടില്ല, അവർ പോരുന്നവരെ പാട്ട് പാടുക. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ, നമ്മൾ ഇതൊക്കെയാണ് ഒരു പുണ്യകർമ്മം എന്നൊക്കെ എനിക്ക് തോന്നുന്നു. നമ്മൾ യുക്തിവാദികൾ പുണ്യത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് സമൂഹത്തെ എൻറിച്ച് ചെയ്യാന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് സമൂഹത്തെ ഗുണപരമായി മെച്ചപ്പെടുത്തേണ്ട ഒരു ബാധ്യതയും കൂടെ നമ്മളിലുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ കാര്യത്തിലൊരു പുനർചിന്ത നടത്തണം എന്ന ഒരു അപേക്ഷയോടെ എനിക്ക് ഇത്രയും നേരം എന്നെ കേട്ടിരുന്നവരിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. സന്തോഷം.